പണിതുയർത്തുക. നമുക്കറിയാം, നമ്മുടെ കയ്യിൽ കുറച്ച് സിമെന്റും കുറച്ച് മണലും കുറച്ച് കട്ടയും കുറച്ച് മെറ്റലും കുറച്ച് കമ്പിയും ഒക്കെ നമ്മുടെ കൈവശം ഇരിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് ഒരിക്കലും അതിനെ ഒരു വീടാക്കാൻ പറ്റത്തില്ല. എൻ്റെ കയ്യിൽ കുറച്ച് മെറ്റലുണ്ട്, കുറച്ച് മണലിരിപ്പുണ്ട്. വീടാകട്ടെ എന്ന് പറഞ്ഞാൽ അത് വീടാകില്ല. ആ മെറ്റലും കമ്പിയും സിമെന്റും മണലും അതിനാവശ്യമുള്ളതെല്ലാം എടുക്കുന്നതിന് മുൻപ് അതിൻ്റെ പ്ലാൻ വരച്ച് അതിന് ഡിസൈൻ ഉണ്ടാക്കി ആ വീടിനെ പണിതുയർത്താൻ ചില കരങ്ങൾ, പണി അറിയാവുന്ന, പണിതുയർത്തിയ, പഠിക്കപ്പെട്ട ചിലർ ആ വീടിനെ പണിയാൻ തുടങ്ങിയാൽ മാത്രമേ അതിനൊരു രൂപവും ഭംഗിയും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആത്മീക ശുശ്രൂഷയിൽ നമ്മളെ പണിതുയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവവചനത്തിനകത്ത് നിന്ന് നമ്മളത് പഠിക്കുമ്പോൾ നമ്മളെ പണിതുയർത്തുന്ന എല്ലാ കരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദൈവം പറയുന്നു, നീ എഴുന്നേറ്റൊരു കുശവന്റെ ശാലയിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് എനിക്ക് നിന്നോട് അറിയിക്കുവാനുള്ളതിനെ ഞാൻ നിന്നെ അറിയിച്ചു തരും. ഞാൻ അങ്ങനെ കുശവന്റെ ശാലയിലെത്തി. അവിടെ കുശവൻ തൻ്റെ ചക്രത്തിൽ ഒരു കളിമണ്ണ് കൊണ്ട് പാത്രമുണ്ടാക്കുന്നത് ഞാൻ കണ്ടു. പാതി വഴിയിൽ ആ പാത്രം ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി മാറ്റി. നമുക്ക് മറ്റൊരു പാത്രമായി തീരുവാൻ കഴിയണമെങ്കിൽ, ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്കൊരു ട്രാൻസ്ഫോർമേഷൻ നമുക്കുണ്ടാകണമെങ്കിൽ അതിൻ്റെ പിറകിൽ ദൈവകരം വെളിപ്പെട്ടേ മതിയാകുകയുള്ളൂ. എന്നാൽ ആത്മിക ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ദൈവമാണ് നമ്മളെ ശുശ്രൂഷയ്ക്കായി വിളിക്കുന്നതെങ്കിലും, ദൈവമാണ് നമ്മളെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കുന്നതെങ്കിലും, നമ്മളെ പണിതുയർത്തേണ്ടത് ദൈവമാക്കി വെച്ച ആ അപ്പോസ്തോലികമായ കവറിംഗ് ആണ്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവം നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൻ്റെ മേൽ പണിതു വരുന്നു. അപ്പോസ്തോലിക ഫൗണ്ടേഷനിൽ മാത്രമേ പണി നടക്കത്തുള്ളെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. നമ്മുടെ ബുദ്ധിയല്ല, നമ്മുടെ സ്വന്തം ആശയമല്ല. ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത വചനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മളെ ബിൽഡപ്പ് ചെയ്യേണ്ടത് അപ്പോസ്തോലിക് ഫൗണ്ടേഷൻസ് ആണ്. ആ ഫൗണ്ടേഷൻസിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ബൈബിൾ പറയുന്നുണ്ട്, അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? ആ ഫൗണ്ടേഷൻ ഇല്ലാതായി പോയാൽ നമ്മൾ താഴെ പോവും. നമുക്കൊരു ഫൗണ്ടേഷൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിനായിട്ട് പണിതുയർത്തുവാൻ, ശുശ്രൂഷയിൽ ഒരു കൂട്ടത്തെ മോൾഡ് ചെയ്യുവാൻ, ശുശ്രൂഷയുടെ യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയണം. ഒരിക്കലും ഒരു മോശയെ കൂടാതെ ഒരു ജോഷുവ ഇല്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. കൂടാരം വിട്ടുപിരിയാതെ നിന്ന ഒരു ജോഷുവായെ നമുക്ക് കാണാം. മോശയുടെ കൂടെ 30 ലക്ഷത്തിലധികം ജനമുണ്ടായിരുന്നെങ്കിലും സ്വന്തം ജ്യേഷ്ഠൻ, ബ്ലഡ് റിലേഷൻ ആയിരിക്കുന്ന അഹരോൻ പോലും മോശയുടെ കുടുംബത്തിൽ വർഷിപ്പ് ലീഡർ ഉണ്ടായിരുന്നു. മോശയുടെ കുടുംബത്തിലെ വർഷിപ്പ് ലീഡറായിരുന്നു മിരിയാം നല്ല പാട്ടുകാരിയായിരുന്നു. മോശയുടെ സഹോദരൻ, ജ്യേഷ്ഠൻ അഹരോൻ പുരോഹിതനായിരുന്നു. പക്ഷേ മാൻറ്റിൽ വന്നു വീണത്, പുതപ്പ് വന്നു വീണത്, ഇംപാർട്ടേഷൻ വന്നു വീണത്, നിയോഗം വന്നു വീണത് ചേട്ടനിലും അനിയത്തിയിലും കുടുംബക്കാരിലും കൂടെ നിന്ന കാളക്കുട്ടി ഉണ്ടാക്കിയവരിൽ ഒന്നുമല്ല, കൂടാരം വിട്ടുപിരിയാതെ നിന്ന ജോഷുവയുടെ മുകളിലാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, വേദപുസ്തകം ബൈബിൾ കണ്ടതിൽ ഏറ്റവും ശക്തനായ പ്രവാചകനായിരുന്നു സാമുവേൽ എന്ന് പറയുന്നത്. സാമുവേൽ ഈസ് എ ഗ്രേറ്റ് മാൻ. സാമുവേൽ ഒരു അസാധാരണമായ പ്രവാചകനും അഭിഷിക്തനുമായിരുന്നു. സാമുവേലിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ സാമുവേലിനെ ദൈവശബ്ദം തിരിച്ചറിയിച്ചു കൊടുക്കാൻ, റിയലൈസ് ചെയ്യിക്കുവാൻ, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കി കൊടുക്കാൻ ദൈവം ഉപയോഗിച്ചതാണ് ഏലി എന്ന പുരോഹിതൻ. ഹന്ന എന്ന സഹോദരി സാമുവേലിനെ ആലയത്തിൽ കൊണ്ടുപോകുമായിരുന്നു പ്രാർത്ഥിക്കാനായിട്ട്. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ സാമുവേൽ ദൈവത്തിനുള്ള കുഞ്ഞായതുകൊണ്ടും ഹന്നായിക്ക് പ്രാർത്ഥനയിലൂടെ ലഭിച്ച പൈതലായതുകൊണ്ടും ദൈവത്തിനൊരു നേർച്ച നേർന്നതുകൊണ്ടും ആ കുഞ്ഞിനെ അങ്ങ്, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അവിടുത്തെ പാസ്റ്ററെ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ അവിടുത്തെ പുരോഹിതനെ ഏൽപ്പിച്ചു. പക്ഷെ പുരോഹിതനായ ഏലിയുടെ പ്രശ്നം നമുക്കറിയാം. വളരെ പ്രായം ചെന്ന മനുഷ്യനായിരുന്നു.
കാഴ്ച കുറഞ്ഞുപോയ മനുഷ്യനായിരുന്നു. കാഴ്ചയും കാഴ്ചപ്പാടും കുറഞ്ഞുപോയ ഒരു അനുഭവം ഏലിക്കുണ്ടായിരുന്നു. എന്നാൽ സാമുവേൽ ആ ഏലി പുരോഹിതൻ പ്രാർത്ഥിക്കുന്ന, ഏലി പുരോഹിതൻ കിടക്കുന്ന മുറിയിൽ, അല്ലെങ്കിൽ തൻ്റെ പ്രാർത്ഥനയുടെ, തൻ്റെ ദൈവമായിട്ടുള്ള കോൺവെർസേഷൻ നടത്തുന്ന ഇടത്ത് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ താൻ ഒരു സൗണ്ട് കേട്ടു, താൻ ഒരു ശബ്ദം കേട്ടു. സാമുവേൽ എന്ന ഒരു ശബ്ദം കേട്ടു. സാമുവേൽ എഴുന്നേറ്റു. തനിക്കത് എന്തുവാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. പിന്നെയും ആ ശബ്ദം കേട്ടു. ഉടനെ അതെന്താണെന്ന് അറിയാൻ സാമുവേൽ ഏലി പുരോഹിതനോട് ചോദിക്കുകയാണ്, യജമാനനെ, ഞാൻ ഇങ്ങനെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. ആ എക്സ്പീരിയൻസ്, ദാറ്റ്സ് എ മെന്റർഷിപ്പ്. പറഞ്ഞ മെന്റേഴ്സ്, സ്പിരിച്വൽ മെന്റേഴ്സ്. ഹല്ലേലൂയ. സാമുവേൽ എന്ന് പറയുന്ന മനുഷ്യനോട് ചോദിക്കുകയാണ്, ഞാൻ കേട്ട ശബ്ദം എന്താണ്? വാട്ട് ഈസ് ദാറ്റ് വോയിസ്? എനിക്ക് എന്തുവാണെന്നത് മനസ്സിലാക്കാൻ പറ്റിയില്ല. ദൈവശബ്ദം കേട്ട ഏലി, ദൈവശബ്ദം മനസ്സിലാക്കിയിട്ടുള്ള, ദൈവത്തോട് ബന്ധമുള്ള ഈ പുരോഹിതൻ സാമുവേലിന് പറഞ്ഞു കൊടുക്കുകയാണ്. അവൻ തിരിച്ചറിയുന്നു, ഏലി പുരോഹിതന് മനസ്സിലായത് ദൈവത്തിന്റെ ശബ്ദമാണ്. കണ്ണ് തുറന്നവനെ കണ്ണ് തുറപ്പിക്കാൻ പറ്റും. ശബ്ദം കേട്ടവനെ ശബ്ദം തിരിച്ചറിയിപ്പിക്കാൻ പറ്റും. എലീശ എന്ന പ്രവാചകൻ തൻ്റെ ശിഷ്യന്റെ അരികിൽ വിളിച്ചിട്ട് എലീശ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. താഴ്വരയിൽ നിൽക്കുന്ന ദൈവിക സൈന്യത്തെ കാണാൻ അവന് കഴിയാതെ ശത്രുപാളയത്തെ കണ്ട് ഭയപ്പെട്ട് കയറി വന്ന് നിൽക്കുന്ന ഈ ശിഷ്യനെ അരികിൽ വിളിച്ചിട്ട് എലീശ ഇങ്ങനെ പ്രാർത്ഥിച്ചത്, ദൈവമേ, ഇവന്റെ ആത്മകണ്ണുകളെ ഞാൻ തുറക്കുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? അടുത്ത നിമിഷത്തിൽ എലീശയുടെ ശിഷ്യൻ പോയി നോക്കി തിരിച്ചു വരുമ്പോൾ എലീശ എന്താണോ താഴ്വരയിൽ കണ്ടത് അത് തന്നെ അവനും കാണാൻ കഴിഞ്ഞു. അപ്പോൾ കണ്ണ് തുറന്നവനെ കണ്ണ് തുറപ്പിക്കാൻ പറ്റുള്ളൂ എന്നും, ശബ്ദം കേട്ടവനെ ശബ്ദം കേൾപ്പിക്കാൻ, റിയലൈസ് ചെയ്യാൻ, മനസ്സിലാക്കി കൊടുക്കാൻ കഴിയത്തുള്ളെന്നും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയണം. അതുകൊണ്ടാണ് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ ബൈബിൾ പറയുന്നത്, ജ്ഞാനിയോട് കൂടെ നടക്ക, എന്നാൽ നീയും ജ്ഞാനിയാകും. നീ ആരോടാണോ അസോസിയേറ്റ് ചെയ്യുന്നത് നീ അതായി തീരുമെന്നുള്ള സത്യമായ കാര്യം അവിടെ വ്യക്തമാക്കുന്നത്. The right association and the right connection is the major key of the Christian ministry. ആത്മീക ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ താക്കോലാണ് റൈറ്റ് കണക്ഷൻ ആൻഡ് ദ റൈറ്റ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കുക, ആ ശബ്ദം ദൈവശബ്ദമാണെന്ന് ഏലി പുരോഹിതന് സാമുവേലിന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ സാമുവേലിന് ഒരിക്കലും അടിയനിതാ എന്ന് ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യുവാനോ ദൈവത്തിന് വേണ്ടി ഒരു പ്രവാചകനായി തീരുവാനോ കഴിയത്തില്ല. അവന്റെ അധ്യായം അവിടം കൊണ്ട് തീരുകയാണ്. നമ്മളെ നടത്തിയവർക്കായി സ്തോത്രം. നമ്മളെ എവിടെയോ തീർന്നു പോകേണ്ട ഒരു അധ്യായമായിരുന്നു നമ്മളിൽ പലരും, എവിടെയോ കഴിഞ്ഞു പോകേണ്ട ഒരു ചാപ്റ്റർ ആയിരുന്നു നമ്മളിൽ പലരും. നമ്മളെ നടത്തിയവർക്കായി സ്തോത്രം, നമ്മളെ നയിച്ചവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഏലി പുരോഹിതനില്ലാതെ ഒരിക്കലും ഒരു സാമുവേലിനെ രംഗത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല. ദാവീദിനെ ദൈവം കണ്ട മനുഷ്യനാണ്. ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തിത്വമാണ്. പക്ഷേ നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, ദാവീദ് എന്ന് പറയുന്ന ദൈവപുരുഷൻ യഥാർത്ഥമായും പ്രയോജനപ്പെട്ടതിന്റെ കാരണവും ഈ സാമുവേൽ തന്നെയാണ്. സാമുവേൽ ദാവീദിനെ അഭിഷേകം ചെയ്യുവാൻ പോകുന്ന വളരെ ആഴമേറിയ ഒരു പശ്ചാത്തലം ദൈവവചനത്തിനകത്ത് എനിക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യനാണ്, ദൈവം അഭിഷേകം ചെയ്ത മനുഷ്യനാണ്, ദൈവം കണ്ട മനുഷ്യനാണ്. ഇതെല്ലാം ശരിയാണെങ്കിലും സാമുവേൽ എന്ന് പറയുന്ന പ്രൊഫറ്റ് അവനിലുള്ള കോളിങ്ങിനെ ഡിസൈൻ ചെയ്യുകയാണ്. യു അണ്ടർസ്റ്റാൻഡ് മീ? സഹോദരന്മാർ ഇത്രയും പേരും നിരന്ന് നിൽക്കുമ്പോൾ ഇതിനകത്ത് വിളിയുള്ളവൻ ആരാണെന്ന് ഡിസൈൻ ചെയ്യാൻ വിളിക്കപ്പെട്ടവനെ പറ്റത്തുള്ളൂ. You understand me? That is very important thing. തന്നെ വളരാം, തന്നെ പറക്കാമെന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ഈ വചനം പ്രയോജനപ്പെടട്ടെ. അബദ്ധം കാണിക്കരുത്, അബദ്ധം പറ്റരുത്, അബദ്ധത്തിൽ ചാടരുത്, ദൈവവചനം പറയാത്ത ഏടാകൂടങ്ങളിൽ ഒന്നും പോയി പെടരുത്, ഒരു ഇൻഫ്ലുവൻസിനകത്തും ട്രെൻഡിനകത്തും വീണു പോകരുത്. സ്റ്റേ ഇൻ ദ വേർഡ് ഓഫ് ദ ലോർഡ്. സ്റ്റാൻഡ് ഇൻ ദ വേർഡ് ഓഫ് ദ ലോർഡ്. Amen. Amen. Listen.
സാമുവേൽ വന്ന ഇത്രയും സഹോദരന്മാരുടെ ഇടയിൽ ദൈവവിളിയുള്ളവനെ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് അവനിലേക്ക് അഭിഷേകത്തിന്റെ തൈലം പകരുകയാണ്. അവിടം തൊട്ട് ദാവീദിന്റെ ചരിത്രം തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മോശയില്ലാതെ ഞാനൊരു ജോഷുവായെ കാണുന്നില്ല. ഒരു ഏലി പുരോഹിതനില്ലാതെ ഞാനൊരു സാമുവേലിനെ കാണുന്നില്ല. ഒരു സാമുവേൽ ഇല്ലാതെ ഞാനൊരു ദാവീദിനെ കാണുന്നില്ല. ഇനി ഈ ദാവീദിന്റെ കൂടെ അന്നത്തെ കാലത്ത് ഈ അഹുല്ലാം ഗുഹയ്ക്കകത്ത് കുറച്ചു പേര് ദാവീദിന്റെ ഒപ്പം കൂടിയായിരുന്നു. കുറച്ചു പേര്. ആ ഭാഗം കർത്താവിന്റെ ദാസനെന്ന് വായിച്ച് കേൾപ്പിച്ചാൽ ഒരു പക്ഷേ അവർക്കത് പ്രയോജനപ്പെടുമായിരിക്കും. ഫസ്റ്റ് സാമുവേൽ I think chapter 22 word 1 and 2. 1 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 22-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അങ്ങനെ ദാവീദ് അവിടം വിട്ട് അദുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി. അവന്റെ സഹോദരന്മാരും അവന്റെ പിതൃഭവനും ഒക്കെയും അത് കേട്ട് അവന്റെ അടുക്കൽ ചെന്ന്, ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാരൊക്കെയും അവന്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവർക്ക് തലവനായി തീർന്നു. അവനോടുകൂടെ ഏകദേശം 400 മതി. ആ 2-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അഹുല്ലാം ഗുഹയിൽ ദാവീദ് ഒളിച്ചു പാർക്കുന്ന, ശൗലിനെ ഭയന്നുകൊണ്ട് ഒളിച്ചു പാർക്കുന്ന സമയത്ത് ദാവീദിനോടൊപ്പം 400 പേര് ഈ അഭിഷിക്തന്റെ കൂടെ ജോയിൻ ചെയ്തു. പറഞ്ഞ അഭിഷിക്തന്റെ കൂടെ 400 പേര് ജോയിൻ ചെയ്തു. ആ 400 പേരുടെ വിദ്യാഭ്യാസം എന്താണ്, ആ 400 പേരുടെ ലൈഫ് സ്റ്റൈൽ എന്താണ്, ആ 400 പേരുടെ ജീവിതം എന്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അവരാരും MDHും MDയും PhDയും ഡോക്ടറേറ്റും കോടികളും ഒന്നും ഉള്ളവരായിരുന്നില്ല. ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നിവക്കാരൊക്കെയും അവന്റെ അടുക്കൽ വന്നുകൂടി. ഇവരുമായി, ഈ 400 പേരുമായി 2 വർഷം 2 years 2 വർഷം ഒരു കഴിവില്ലാത്ത ഈ 400 എണ്ണം ഒരു അഭിഷിക്തന്റെ കൂടെ ജോയിൻ ചെയ്ത് ആ അഹുല്ലാം ഗുഹയിൽ ഈ ദാവീദിന്റെ കൂടെ 2 years അസോസിയേറ്റ് ചെയ്തു. പറഞ്ഞ റൈറ്റ് അസോസിയേഷൻ, അസോസിയേറ്റ് ചെയ്തു. അവർക്ക് പിന്നെ എന്തുവാ സംഭവിച്ചത്? അവരുടെ ചരിത്രം പിന്നെ നമ്മൾ സാമുവേലിന്റെ പ്രവചന പുസ്തകത്തിലല്ല കാണുന്നത്, ഡയറി കുറിപ്പിലാണ് കാണുന്നത്. ദിനവൃത്താന്ത പുസ്തകം എന്ന് പറയുന്നത് ദാറ്റ്സ് എ ഡയറി, അതൊരു ഡയറി കുറിപ്പാണ്. 1 ദിനവൃത്താന്ത പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവരുടെ ചരിത്രം പിന്നെ അവിടെ എഴുതിയിട്ടുണ്ട്. ഈ 400 പേരുടെ. കീശിന്റെ മകനായ ശൗലിന്റെ നിമിത്തം ദാവീദ് ഒളിച്ചു പാർത്തിരുന്നപ്പോൾ സിക്ലാഗിൽ അവന്റെ അടുക്കൽ വന്നവർ ആവിത്. അവർ വീരന്മാരുടെ കൂട്ടത്തിൽ അവന് യുദ്ധത്തിൽ അവരാരായി മാറി? വീരന്മാർ. ഉറക്കെ പറഞ്ഞേ, വീരന്മാർ. വീരന്മാരായി മാറി. എന്നെ ചിന്തിപ്പിച്ചത് അടുത്ത വാക്യമാണ്. അവരുടെ പ്രത്യേകത എന്തായിരുന്നു? അവർ വില്ലാളികളും വലം കൈ കൊണ്ടും ഇടം കൈ കൊണ്ടും കല്ലെറിയുവാനും, വലം കൈ കൊണ്ടും ഇടം കൈ കൊണ്ടും എറിയുന്നവരായി മാറി 400 പേര്. ഈ എറിയുടെ അഭിഷേകം ആർക്കായിരുന്നു? കൂടെ നിന്ന ആരുടെ കൂടെയാണോ ജോയിൻ ചെയ്തത്? ദാവീദിന്റെ കൂടെ അല്ലേ ഈ 400 പേര് ജോയിൻ ചെയ്തേ? ദാവീദിന്റെ പ്രധാന മിനിസ്ട്രിയിൽ ഒരു മിനിസ്ട്രിയാണ് ഇത്. ആ സാധനം ഈ 400 പേരിലും ഇമ്പാർട്ടായി. I believe in impartation. I believe in the right connection. I believe in the right association. In the name of Jesus. Hallelujah. Blessed be the name of the Lord. Glorify the name of the Lord. Okay. ഒരു സാമുവേൽ ഇല്ലാതെ ഒരു ദാവീദില്ല. ഒരു ദാവീദില്ലാതെ എറിയുന്ന 400 വീരന്മാരില്ല. ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു പോകും. ഏലിയാവിന്റെ പ്രൊഫറ്റിക്കൽ സ്കൂളിൽ ഏലിയാവ് എന്ന് പറയുന്ന പ്രവാചകൻ നയിച്ചിരുന്നതായ അദ്ദേഹത്തിന്റെ ഇതുപോലത്തെ പ്രൊഫറ്റിക്കൽ സ്കൂളിൽ അദ്ദേഹത്തോടൊപ്പം 51 പ്രവാചകന്മാരുണ്ടായിരുന്നു. 51 പ്രൊഫറ്റ്സ്. എന്നാൽ ആ 50 പ്രൊഫറ്റ്സിലും വ്യത്യസ്തനായിരുന്നു എലീശ. ആ ഏലിയാവിൽ നിന്നും ആ ഇംപാർട്ടേഷൻ എലീശയുടെ മേളിലേക്ക് വന്നു. എലീശ ഏലിയാവിനേക്കാൾ അധികം പ്രയോജനപ്പെടുന്ന ഒരു പുരുഷനായി. ഗിൽഗാലിലും ബഥേനിലും ജോർഡാനിലും എല്ലായിടത്തും ഏലിയാവിനോടൊപ്പം സഞ്ചരിച്ച മനുഷ്യനായിരുന്നു എലീശ. എലീശ എന്ന് പറയുന്ന മനുഷ്യൻ എടുക്കപ്പെടുന്ന സമയത്ത്, ഏലിയാവ് എടുക്കപ്പെടുന്ന സമയത്ത് ഏലിയാവിന്റെ പുതപ്പ് എലീശയുടെ മേളിൽ വീണു. അവൻ ഏലിയാവിന്റെ ഇരട്ടി പങ്ക് പ്രാപിച്ചു. അപ്പോഴും മറുകരയിൽ ജോർദാന്റെ അപ്പുറത്ത് 50ഓളം പേർ വെയിറ്റിംഗിലായിരുന്നു.
ഒരുത്തൻ്റെ മേളിലാണ് ആ മാൻഡിൽ വന്നു വീണത്. ഒരു എലിയാവില്ലാതെ ഒരു എലീശ ഇല്ല. യേശുക്രിസ്തു എന്ന അഭിഷിക്തൻ. വാട്ട്സ് ദ മീനിങ് ഓഫ് ക്രൈസ്റ്റ്? ദ ക്രൈസ്റ്റ് മീൻ ദ അനോയിന്റഡ് വൺ. ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. ഈ 12 പേരിൽ യൂദ ഒഴികെ ഈ 11 പേരിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യേശു കർത്താവിന്റെ ആ ഇംപാർട്ടേഷൻ മിനിസ്ട്രി അവരിലേക്ക് കയറി വന്നു. യേശു കർത്താവ് ഒരു പെങ്കൊച്ചിനെ ഉയർപ്പിക്കുന്ന സമയത്ത് ആ വീട്ടിലുള്ളവരെ, കരയുന്നവരെയും വിലപിക്കുന്നവരെ എല്ലാം പുറത്തിറക്കി കതകടച്ച് ആ കൊച്ചിനു വേണ്ടി പ്രാർത്ഥിച്ചു, കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഇതുപോലെ തന്നെ യോപ്പയിൽ തബീത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പത്രോസ് ഉയർപ്പിക്കുന്ന സമയത്ത് പത്രോസും അകത്ത് നിൽക്കുന്നവരെ എല്ലാം പുറത്തിറക്കി എല്ലാത്തിനെയും വെളിയിൽ നിർത്തി മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിച്ചു. ഇത് ആരിൽ നിന്ന് കണ്ടുപഠിച്ചതാണ്? റൈറ്റ് അസോസിയേഷൻ. Hallelujah. Lift up your hands and say hallelujah. Amen. അപ്പോൾ യേശുക്രിസ്തു ഇല്ലാതെ അപ്പോസ്തലന്മാരില്ല. പൗലോസിനെ ദൈവം കണ്ട മനുഷ്യൻ തന്നെയാണ്. പൗലോസ് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട. ഇന്ന് പൗലോസിനെ കുറിച്ചുള്ള മെസ്സേജിലേക്കാണ് ഞാൻ വരുന്നത്. എൻ്റെ മെയിൻ മെസ്സേജ്, മിഷണറി ചലഞ്ച് മെസ്സേജ്. പൗലോസിനെ ദൈവം കണ്ട മനുഷ്യൻ തന്നെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യമുണ്ട്. ദൈവത്തെ മുഖാമുഖമായി കണ്ട് വാഹനമൃഗത്തിന്റെ മുകളിൽ നിന്ന് താഴെ വീണ മനുഷ്യനാണേലും ദൈവം പറയുന്നു, വിതൗട്ട് അനന്യാസ് നോ പോൾ. അനന്യാസെ, നീ എത്രയും വേഗം നീ പൗലോസിന്റെ അടുക്കൽ, ശൗലിന്റെ അടുക്കൽ നീ ചെല്ലണം. അനന്യാസ് വിസമ്മതിച്ചു പോകാൻ. സഭയെ മുടിച്ചവന്റെ അടുക്കൽ, ഇത്രയും നാൾ ഞങ്ങളെ കല്ലെറിയാൻ നടന്നവന്റെ അടുക്കൽ എന്തിനാ വന്നത്? കർത്താവ് പറയുന്നു, ഇല്ല, പോണം. നീ അവന്റെ തലയിൽ ചെന്ന് കൈവച്ച് പ്രാർത്ഥിക്കണം, നീ അവനെ സ്നാനപ്പെടുത്തണം, നീ അവനെ ഗൈഡ് ചെയ്യണം. അനന്യാസ് വരുന്നത് വരെയും ശൗൽ അന്ധനായിരുന്നു. ഒരു അഭിഷിക്തനുമായിട്ടുള്ള അസോസിയേഷൻ അവന്റെ അകത്തെ കണ്ണും പുറത്തെ കണ്ണും തുറന്നു. അനന്യാസ് ഇല്ലാതെ ഒരിക്കലും എനിക്കൊരു പൗലോസിനെ കാണാൻ കഴിയത്തില്ല. തിമോത്തിയോസ് എന്ന് പറയുന്ന ശിഷ്യൻ പൗലോസിന്റെ ഏറ്റവും പ്രിയ മകനായിരുന്നു. എൻ്റെ പ്രിയ പുത്രനായ തിമോത്തിയോസ് എന്നാണ് തിമോത്തിയോസിനെ പൗലോസ് പലയിടങ്ങളിലും വിശേഷിപ്പിച്ചിരിക്കുന്നത്. മൈ ബിലൗഡ് സൺ തിമോത്തി, ബിലൗഡ് സൺ. ഹല്ലേലൂയ. എപ്പഫ്രാസും ഫിലോമോനും ഒക്കെ തൻ്റെ മിഷണറി യാത്രയിൽ ഉണ്ടായിരുന്നെങ്കിലും തൻ്റെ ബിലൗഡ് സൺ ആയിരുന്നു തിമോത്തി എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഞാൻ നിന്നെ ഏൽപ്പിച്ചതും നീ എന്നിൽ നിന്ന് സ്വീകരിച്ചതും പഠിച്ചതും പ്രാപിച്ചതും മറ്റുള്ളവരെ ഭരമേൽപ്പിക്കുക, അവരെയും അറിയിക്കുക എന്ന ആഹ്വാനം ലഭിച്ചത് തിമോത്തിക്ക് മാത്രമായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ ഈ മീറ്റിംഗിൽ ആത്മീക ശുശ്രൂഷയിൽ വളരുവാൻ, പ്രയോജനപ്പെടുവാൻ, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊന്നാമത് നിങ്ങൾ ഒരു പ്രോപ്പർ, ഒരു റൈറ്റ് വേയിൽ, ഒരു റൈറ്റ് പാത്തിൽ, ഒരു റൈറ്റ് ട്രാക്കിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുന്നവരായിരിക്കണം. നമ്മളുടെ ഒരു ആവേശത്തിൽ നമ്മൾ ചെയ്യാനുള്ളതല്ല ശുശ്രൂഷ. നമ്മളുടെ പേഴ്സണലായ ഒരു ആഗ്രഹത്തിൻ്റെ മേളിൽ നമ്മൾ ചെയ്യുന്നതല്ല ഒരു ശുശ്രൂഷ. ദൈവികമായ ശുശ്രൂഷയ്ക്ക് ദൈവം വെച്ചിരിക്കുന്ന നിയോഗങ്ങളും വിളികളും അതിൻ്റെ തിരഞ്ഞെടുപ്പുകളുമുണ്ട്. ആ വിളിയെയും തിരഞ്ഞെടുപ്പിനെയും നിയോഗങ്ങളെ മനസ്സിലാക്കി നമ്മൾ കാൽച്ചുവടുകൾ വെക്കുമ്പോഴാണ് നമ്മളുടെ മിനിസ്ട്രി ഏറ്റവും സക്സസ്ഫുൾ ആയി തീരുന്നത്, ബ്ലസ്ഡ് ആയി തീരുന്നത്. ആ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവെ, എന്നെ അതിനായി സഹായിക്കണമേ എന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ നമ്മുടെ പരമപ്രധാനമായ ദൗത്യം എന്താണ്? അടുത്തിരിക്കുന്ന ആളോട് പറയുക, നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. എന്താണ് നിങ്ങളുടെ ദൗത്യം? വാട്ട് ഈസ് അവർ ഫോക്കസ്? നമ്മളുടെ ഫോക്കസ് എവിടേക്കാണ്? നമ്മുടെ ഫോക്കസ് വളരെ കൃത്യമാണെങ്കിൽ, നമ്മുടെ ഫോക്കസ് കറക്റ്റ് ആണെങ്കിൽ, നമ്മൾ എന്തോ ആണോ ടാർഗറ്റ് ചെയ്യുന്നത് അത് നമുക്ക് ലഭിക്കും. ഒരു മനുഷ്യൻ ഒരു മൃഗത്തെ ഷൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ വെടിവെക്കാനോ അല്ലെങ്കിൽ അതിനെ നേടിയെടുക്കാനോ ഫോക്കസ് ചെയ്യുന്ന ഫോക്കസ് തെറ്റിപ്പോയാൽ ഒരിക്കലും നമുക്ക് അതിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല, നമുക്ക് കിട്ടത്തില്ല. അത് കൈ കൊടുത്ത് ഫോക്കസ് തെറ്റിപ്പോയാൽ പ്രതീക്ഷിച്ചത് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ഫോക്കസ് തെറ്റിപ്പോയാൽ പ്രതീക്ഷിച്ചത് നടക്കത്തില്ല. ഫോക്കസ് എപ്പോഴും
കറക്റ്റ് ആയിരിക്കണം. ദൈവവേല ചെയ്യുവാൻ, സുവിശേഷ വേല ചെയ്യുവാൻ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ തന്നെ ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എനിക്ക് മറ്റ് അജണ്ടകളില്ല, എനിക്ക് മറ്റ് ഫോക്കസുകളൊന്നുമില്ല. എൻ്റെ ഫോക്കസ് അവിടേക്കാണ്. അങ്ങനെയുള്ളവരോട് എനിക്ക് എപ്പോഴും പറയാനുള്ള, അറിയിക്കാനുള്ള ഒരു വാക്യം അല്ലെങ്കിൽ ഒരു വാഗ്ദത്തം, ശൗലിനെ ദൈവം പൗലോസാക്കി മാറ്റുമ്പോൾ, ദൈവം അവനെ വിളിക്കുമ്പോൾ അവന് കൊടുത്തൊരു ആഹ്വാനമാണ്. ആഹ്വാനം അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറക്കുവാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്കും തിരിക്കുവാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കലേക്ക് അയക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം ആരെയൊക്കെ, all the pastors, all the leaders, all the ministers, can you please listen to me? ദൈവം ആരെയൊക്കെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ടോ, ചെറുതും വലുതുമായ ദൈവിക ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടോ, അവരിൽ എല്ലാവരിലും നിക്ഷിപ്തമായിരിക്കുന്ന നിയോഗം ഇതൊന്നു മാത്രമാണ്: കണ്ണു തുറക്കാൻ, ഇരുട്ടിൽ നിന്ന് അനേകരെ വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്കും തിരിക്കാൻ ഞാനിപ്പോൾ നിന്നെ അവരുടെ മുമ്പിൽ അയക്കുന്നു. ഈ ഒരൊറ്റ ദൗത്യമേ നമ്മുടെ മുൻപിൽ ഉള്ളൂ എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. നോ അതർ ടാർഗറ്റ്. ദൈവസഭയെ ദൈവം അതിനു വേണ്ടി ആക്കിയിരിക്കുന്നു, സുവിശേഷകന്മാരെ അതിനു വേണ്ടി ആക്കിയിരിക്കുന്നു. എന്താണ് പൗലോസിന് ദൈവം കൊടുത്ത നിയോഗം? പൗലോസിന് ദൈവം കൊടുത്ത നിയോഗം ഇത്രയേ ഉള്ളൂ: ആത്മീക അന്ധത ബാധിച്ച നരകത്തിലേക്ക് നിപതിക്കേണ്ട ആത്മാക്കളുടെ കണ്ണ് സുവിശേഷത്താൽ നീ തുറക്കണം. ഇരുട്ടിൽ കിടക്കുന്നവനെ ദൈവമാകുന്ന വെളിച്ചത്തിലേക്ക് നീ തിരിക്കണം. സാത്താന്റെ അധികാരത്തിൽ കിടക്കുന്നവനെ ദൈവത്തിലേക്ക് നീ തിരിക്കണം. പൗലോസിനെ ദൈവം തമ്പുരാൻ വിളിച്ച വിളിയുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ: ഈ ഇരുട്ടിൽ നിന്ന് ജനത്തെ വെളിച്ചത്തിലേക്ക് തിരിക്കാനായിരുന്നു അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്ത 9 കൃപാവരങ്ങൾ. ഈ ഇരുട്ടിൽ നിന്ന് ജനത്തെ വെളിച്ചത്തിലേക്ക് തിരിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ റൂമാലിൽ ഇട്ട അഭിഷേകം. ഈ ഇരുട്ടിൽ നിന്ന് ജനത്തെ വെളിച്ചത്തിലേക്ക് തിരിക്കാനായിരുന്നു തനിക്ക് ലഭിച്ച മുഴുവൻ കൃപകളും. ഇന്ന് പകൽ ദൈവം നിനക്ക് പ്രവചനം തന്നത്, ദൈവം നിനക്ക് കൃപാവരങ്ങൾ തന്നത്, ദൈവം നിനക്ക് ശുശ്രൂഷ തന്നത്, ദൈവം നിനക്ക് വചനം തന്നത്, ദൈവം നിനക്ക് അഭിഷേകം തന്നത് മറ്റൊരു അജണ്ടയ്ക്കല്ല. ഈ ഒരൊറ്റ അജണ്ടയെ അതിനകത്തുള്ളൂ: ഇരുട്ടിൽ കിടക്കുന്നവരെ വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്കും തിരിക്കുക. ഞാനിങ്ങനെ നിങ്ങളോട് പറയാൻ ഇഷ്ടപ്പെടുന്നു, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ പ്രിയ മക്കളെ, എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, എൻ്റെ ബഹുമാനരായ ദൈവദാസന്മാരെ, സഹോദരിമാരെ, ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയാൻ ഇഷ്ടപ്പെടുന്നു: നിങ്ങളുടെ ഉദ്ദേശശുദ്ധി, നിങ്ങളുടെ ഫോക്കസ് കറക്റ്റ് ആണെങ്കിൽ, കൃത്യമാണെങ്കിൽ, നിങ്ങൾക്ക് അവിടെ എത്താൻ ഉള്ള സകല സോഴ്സുകളെയും ദൈവം നിങ്ങൾക്ക് ഓപ്പണാക്കും. സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്കും, ഇരുട്ടിൽ നിന്ന് എന്റെ ജനത്തെ നീ വെളിച്ചത്തിലേക്കും തിരിക്കണം എന്ന ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് ആത്മാവിൽ നടന്ന മനുഷ്യൻ സഭയോട് പറയുകയാണ്: അവൻ എനിക്ക് വിശാലവും സഫലവുമായ വാതിലുകൾ തുറന്നിരിക്കുന്നു. ഞാൻ ആത്മാവിൽ യുവ സുവിശേഷകരോട്, ഈ ആയിരിക്കുന്ന ജനത്തോട് ഇങ്ങനെ ആത്മാവിൽ പ്രവചിച്ച് റിലീസ് ചെയ്യുക: നിന്റെ ലക്ഷ്യം ഇതാണെങ്കിൽ നിന്റെ മുമ്പിൽ വാതിലുകളെ ദൈവം തുറന്നിരിക്കും. നമ്മളുടെ ഫോക്കസ് കൃത്യമായിരിക്കണം. ശുശ്രൂഷകരെ, നിങ്ങളുടെ എല്ലാം ലക്ഷ്യങ്ങൾ, ഉദ്ദേശങ്ങൾ വളരെ ക്ലാരിറ്റി ഉള്ളതായിരിക്കണം. ഒന്നും കണ്ടും ഒന്നും കേട്ടും എനിക്ക് മുൻപേ നടന്നവർ, എൻ്റെ പിൻപേ വരുന്നവർ,
എല്ലാവർക്കായും സ്തോത്രം, അവർക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ എൻ്റെ ഫോക്കസ് ദൈവം വച്ചിരിക്കുന്ന ഈ വാഗ്ദത്തത്തിൽ നിന്ന് മാറിപ്പോകരുത്. ഒരു പക്ഷെ എൻ്റെ കുഞ്ഞ് ടെസ്റ്റ് മണി, എൻ്റെ ചെറിയ ഒരു സാക്ഷ്യം നിങ്ങൾക്ക് പ്രചോദനമാകുന്നെങ്കിൽ അതാകട്ടെ. 17-ാമത്തെ വയസ്സിൽ പരിശുദ്ധാത്മാവ് എന്നെ തിരഞ്ഞെടുക്കുമ്പോൾ, യേശു എന്നെ തിരഞ്ഞെടുക്കുമ്പോൾ, ദൈവകൽപ്പന അനുസരിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ, യാതൊരു തരത്തിലുള്ള പാരമ്പര്യങ്ങളോ ആത്മീക ശുശ്രൂഷയുടെ പാരമ്പര്യങ്ങളോ ഒന്നും ഞങ്ങളുടെ കുടുംബത്തിലില്ല. ഒരു യാഥാസ്ഥിതികമായ ഒരു സാമുദായിക പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എന്നാൽ കർത്താവ് എന്നെ വിളിച്ച സമയം മുതൽ, ദൈവം എന്നെ തെരഞ്ഞെടുത്ത സമയം മുതൽ എൻ്റെ ഫോക്കസ് ഞാൻ അനുഭവിക്കുന്ന ഈ ആത്മീക സന്തോഷം, ഞാൻ അനുഭവിച്ച ഈ രക്ഷയുടെ സന്തോഷം, എൻ്റെ അകത്ത് കിട്ടിയ നിത്യജീവന്റെ വെളിപ്പാട് ഞാനുമായി സഹകരിക്കുന്നവരെല്ലാവരും അറിയണം എന്ന ഭയങ്കര ആഗ്രഹവും വാഞ്ചയും എൻ്റെ അകത്തുണ്ടായിരുന്നു. +2 വെക്കേഷൻ ടൈമിലാണ്, +2 എക്സാമിനേഷൻ കഴിഞ്ഞ് ഏപ്രിൽ മെയ് വെക്കേഷൻ ടൈമിലാണ് ഞാൻ സ്നാനപ്പെട്ടതും കർത്താവിലേക്ക് ദൈവം എന്നെ കൂടുതലായി നയിച്ചതും എല്ലാം. ഡിഗ്രിക്ക് ഞാൻ ജോയിൻ ചെയ്യുന്നതായ സമയത്ത് എൻ്റെ ഡിഗ്രി പഠനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ കോളേജിൽ കടന്നു പോകുമ്പോൾ എൻ്റെ ബാഗിനകത്ത് കുറേ പുതിയ നിയമപ്രതികളും ക്യാമ്പസ് ക്രൂസൈഡിൻ്റെയും ICPF-ൻ്റെയും ഒക്കെ പ്രിന്റഡ് ട്രാക്റ്റുകളുമൊക്കെ എൻ്റെ ബാഗിൽ ഞാൻ നിറച്ചും വയ്ക്കും. എന്നിട്ട് ഓരോ പീരീഡും കഴിയുമ്പോൾ ഒന്ന് വെളിയിലിറങ്ങാനൊരു അവസരം കിട്ടുമ്പോൾ വെളിയിൽ നിൽക്കുന്ന പിള്ളേർക്കെല്ലാം കൊടുക്കും. ഉച്ചക്കത്തെ ഊണ് കഴിഞ്ഞിട്ട് ഏതൊക്കെ ക്ലാസ്സുകളിൽ പോകാമോ അവിടെ എല്ലാം പോയി ഇത് മുഴുവൻ കൊണ്ടുവന്നത് മുഴുവൻ വായിക്കണേടാ കൊച്ചേ വായിക്കണേ എന്ന് പറഞ്ഞ് എല്ലാവർക്കും കൊടുത്തിട്ട് ഞാൻ തിരിച്ചെൻ്റെ ക്ലാസ് റൂമിൽ വരും. അപ്പോൾ അകത്ത് കത്തുന്ന ആ ഒരു തീ, സുവിശേഷത്തിൻ്റെ തീ, അത് അസാധാരണമായിരുന്നു. ഇത് കഴിഞ്ഞ് 3:30 മണിയാകുമ്പോൾ കോളേജ് വിട്ട് വീട്ടിൽ വരും. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അതേ ബാഗിലിരുന്ന ബുക്കുകൾ 2-3 എണ്ണം എടുത്ത് കട്ടിലയിലോട്ട് ഇട്ടേച്ചും വീണ്ടും അതിനകത്ത് കുറെ പുതിയ നിയമവും ട്രാക്റ്റുകളും എല്ലാം കുത്തി നിറച്ച് ആ ബാഗ് എടുത്ത് തോളിലിട്ട് നേരെ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിലേക്ക് പോകും. അവിടെ ബസ്സുകൾ ഇങ്ങനെ കാപ്പി കുടിക്കാനും ചായ കുടിക്കാനും ഒക്കെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തോട്ടും തൃശ്ശൂരോട്ടും പോകുന്ന വണ്ടികളും തൃശ്ശൂർ നിന്നും കോട്ടയത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന വണ്ടികളും ഒക്കെ സ്റ്റാൻഡേ പിടിച്ചിടുമ്പം അന്നത്തെ സമയത്ത് ഈ സീറ്റുകളിലും ഒക്കെ അവരിയ്ക്കുന്നിടത്ത് ചായ കുടിക്കാൻ ഇറങ്ങിപ്പോകുമ്പോൾ അവരുടെ ഒരു ഹാൻഡ് കർച്ചീഫോ അവരുടെ ഒരു ബുക്കോ എന്തെങ്കിലും അവിടെ വെച്ചിട്ടേ പോകും. നമ്മുടെ ആൾക്കാരായതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ആ ബസ്സിനകത്ത് കയറും. ഈ ബസ്സുകളിലെല്ലാം കയറിയിട്ട് ഇവരുടെ ഹാൻഡ് കർച്ചീഫിന്റെ മേളിൽ ഈ ട്രാക്റ്റുകൾ കൊണ്ടുവെക്കും, ബൈബിൾ കൊണ്ടുവെക്കും. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവെ ഈ സീറ്റിലിരിക്കുന്ന ആള് അദ്ദേഹം അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുന്നതിന് മുമ്പ് യേശുവേ നീ ആ ഉള്ളത്തിൽ പ്രവർത്തിക്കണേ. പെട്ടെന്ന് ഇത് കൊടുത്തോണ്ടിരുന്നപ്പോൾ വണ്ടി എടുത്തിട്ടുണ്ട്, ചാടി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. സൈക്കിൾ എടുത്ത് ചവിട്ടി ഓരോ കൂട്ടുകാരുടെയും വീട്ടിൽ പോയി സുവിശേഷം പറയുകയും വഴി കാണുന്ന ഓരോരുത്തരോടും കർത്താവിനെ കുറിച്ച് പറയുകയും എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഞങ്ങളുടെ കൂട്ടുകാരെ എല്ലാം എൻ്റെ കൂടെ ഞാൻ കർത്താവിലേക്ക് നയിച്ച ഓരോ വിദ്യാർത്ഥികളെയും വിളിച്ചു കൂട്ടി ഒന്നിച്ചിരുന്ന വെള്ളിയാഴ്ച 4 മണി മുതൽ 5:30 വരെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന കത്തൽ, അതിനങ്ങനെയാ പറയേണ്ടത്, സുവിശേഷത്തിനായുള്ള കത്തൽ. അങ്ങനെ എവിടെയൊക്കെ ആളുകളെ നേടാം, എവിടെയൊക്കെ കർത്താവിലേക്ക് ജനത്തെ നയിക്കാം, എങ്ങനെ ആത്മാക്കളെ നേടാം എന്ന ഭയങ്കര ആ പാഷനാണ് സത്യത്തിൽ എൻ്റെ വീട്ടിലുള്ളവർ കണ്ടത്. ആ വ്യക്തിയിൽ വന്ന മാറ്റങ്ങൾ, സുവിശേഷത്തിന് വേണ്ടി ആ മനുഷ്യന്റെ അകം കത്തുന്ന കാഴ്ചകൾ. ഇപ്പൊ എൻ്റെ പാഷൻ അതാണ്, എൻ്റെ ആഗ്രഹം അതാണ്. എൻ്റെ മുമ്പിലൂടെ ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ
പാസ്റ്റർ എം പൗലോസ് പറഞ്ഞതുപോലെ ഒരു പാപി നടന്നു പോകുമ്പോൾ അവൻ നരകത്തിലേക്കാണ് പോകുന്നത്, അവനോട് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയണം എന്ന വ്യഗ്രത, ആഗ്രഹം. ദൈവമക്കളെ, ഈ ഒരു പാഷൻ, ഈ ഒരു ആത്മഭാരം സുവിശേഷകരുടെ, ശുശ്രൂഷകരുടെ അകത്തുണ്ടാകണം. ഇന്നും റെസ്റ്റ് എടുക്കാതെ, ശരീരം നോക്കാതെ, സമയം നോക്കാതെ ഈ ഓടി നടക്കുന്നതും ഈ ടെലിവിഷൻ മിനിസ്ട്രിയും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ ഫോക്കസ്ഡ് ആയിരിക്കുന്നത്, പൗലോസ് പറയുന്നൊരു വേർഡുണ്ട്, വെല്ല വിധേനെ, ഒരു മനുഷ്യനെ കർത്താവിലേക്ക് നേടേണ്ടതിന്. വെല്ല വിധേനെ. ചേർന്ന് ആമീൻ പറയാവോ? ഈ ദൗത്യത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നവരാകരുത്. ഒരിക്കലും ദൗത്യത്തിൽ നിന്ന് പുറകോട്ട് പോകരുത്. മത്സരം, ആഭിചാരം പോലെയും. ഒരിക്കലും ഒരു അധികാരത്തോട് മത്സരിക്കരുത്, ഒരു അഭിഷിക്തനോട് മത്സരിക്കരുത്, കൂട്ടുവേലക്കാരോട് മത്സരിക്കരുത്. അത് നിനക്ക് തന്നെ നീ ചെയ്യുന്ന കൂടുപാത്രമാണ്, അത് നിനക്ക് തന്നെ നീ ചെയ്യുന്ന ആഭിചാരമാണ്, അത് നിനക്ക് തന്നെ നീ ഒരുക്കുന്ന കെണിയാണ്. അതുകൊണ്ട് എല്ലാ കോമ്പറ്റീഷൻ മൈൻഡും കമ്പാരിസൺ സ്പിരിറ്റും നമ്മുടെ അകത്തുനിന്ന് വിട്ടുപോയിട്ട്, കർത്താവ് എന്നെ കുറിച്ചുള്ള നിന്റെ പദ്ധതി എന്താ, എന്നെ കുറിച്ചുള്ള നിന്റെ വിളി എന്നാ, എന്നെ കുറിച്ചുള്ള നിന്റെ ഉദ്ദേശം എന്നാ, എനിക്ക് ആ റൈറ്റ് ട്രാക്കിനകത്ത് കയറി നിൽക്കണം എന്ന നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളെ ഏറ്റവും ബ്ലെസ്ഡ് ആക്കും. കൈകളൊന്ന് അടിച്ച് കർത്താവിന് നന്ദി പറയാവോ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഓ ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് പ്രിയപ്പെട്ടവരെ ആത്മഭാരം വർദ്ധിക്കട്ടെ, ആത്മഭാരം വർദ്ധിക്കട്ടെ. 11 എണ്ണത്തിൽ ഒരെണ്ണത്തെ കേരളത്തിലേക്ക് അയച്ചു പ്രിയരെ. പാവയ്ക്ക വെട്ടിയിട്ടതുപോലെ കിടക്കുന്ന, ഒരു തുണ്ടുഭൂമി പോലെ കിടക്കുന്ന, ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഈ സംസ്ഥാനത്തിലേക്ക് വന്ന് അദ്ദേഹം അനേകരെ സ്നാനപ്പെടുത്തിയെങ്കിൽ സുവിശേഷത്തിന്റെ ഇനി ഒരു കാര്യം കൂടെ കേട്ടോണം. ഈ 11 അപ്പോസ്തലന്മാരിൽ ഒരപ്പോസ്തലനായ തോമസിന്റെ രക്തം കിടക്കുന്നത് ചെന്നൈയിൽ, ഈ ഭാരതത്തിലാണ്, ഇന്ത്യയിലാണ്. ഒരപ്പോസ്തലന്റെ രക്തം ഈ ഭാരതത്തിൽ ദൈവത്തോട് നിലവിളിക്കുന്നു, ആത്മാക്കൾക്ക് വേണ്ടി നിലവിളിക്കുന്നു, ആത്മാക്കൾക്ക് വേണ്ടി നിലവിളിക്കുന്നു. ഓ ഹല്ലേലൂയ. നിങ്ങളുടെ അകത്തെ ആത്മഭാരം, നിങ്ങളുടെ അകത്തെ ആത്മഭാരം യേശുവിന്റെ നാമത്തിൽ വർദ്ധിക്കുവാനിടയാകട്ടെ. മക്കളെ, ഭയങ്കര ആത്മഭാരമാണ്, ഭയങ്കര ആത്മഭാരം. രാജ്യത്തെക്കുറിച്ച്, നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള ആത്മഭാരം, ആത്മാക്കളെ കുറിച്ചുള്ള ആത്മഭാരം. പൗലോസ് പറയുന്നത്, വല്ല വിധേനയും ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത് വരെയും, അവൻ കർത്താവിലേക്ക് വരുന്നത് വരെയും പ്രാർത്ഥിക്കാനും. ഇപ്പൊ സഭ പ്രവർത്തിക്കുന്നു, സഭ ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ്, ആത്മാക്കളെ നേടാൻ പ്രവർത്തിക്കുകയാണ്. അതിനകത്ത് നിങ്ങൾ കാണിക്കുന്ന അസോസിയേഷൻ എന്ന് പറയുന്നത്, ഞാൻ അതിലേക്ക് വരുന്നുണ്ട്, ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് കാണിക്കുന്ന അസോസിയേഷനാണ്. നമ്മൾ ഒന്നിച്ച് കൈകോർത്ത് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയുടെ ലക്ഷ്യം ഒന്നാണ്. നമ്മൾ പ്രസംഗിക്കുന്നു, ആ ലക്ഷ്യം ഒന്നാണ്. എന്താണ് ലക്ഷ്യം? യെശയ്യാവിന്റെ പ്രവചന പുസ്തകം, ആ വാക്യം ദയവായിട്ട് റെഫറൻസ് പറഞ്ഞ് പാസ് ഒന്ന് വായിച്ചേ. 62-ാം അധ്യായം 6-7 വാക്യങ്ങൾ. യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു, അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതിരിക്കുകയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. യഹോവയെ ഓർമ്മിപ്പിക്കുന്നവരെ, അടുത്തിരിക്കുന്ന പറഞ്ഞാട്ടെ, ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നവരാകണം. എന്നെ നോക്കാമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്തുവാന്ന്. ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നവരാകണം. ദൈവത്തിന് മറവിയുണ്ടോ? ഇല്ല, ഒരു മറവിയില്ല. എന്തുവാ ദൈവത്തെ ഓർപ്പിക്കണ്ടേ? അപ്പച്ചാ, അപ്പാ, എന്റെ രാജ്യം പോകുന്ന കണ്ടോ, ഇവിടെ നടക്കുന്ന അനീതി കണ്ടോ, ഇവിടെ നടക്കുന്ന ഇരുട്ട് കണ്ടോ, ഇവിടെ നടക്കുന്ന ആത്മഹത്യ കണ്ടോ, ഇവിടെ നടക്കുന്ന അസന്മാർഗിക ജീവിതം കണ്ടോ, അപ്പൊ ഈ മദ്യപാനികളെ കണ്ടോ. ഓരോ വാർത്ത കേൾക്കുമ്പോഴും നരബലി ഉൾപ്പെടെ മനുഷ്യ മനസ്സിനെ ഞെട്ടിപ്പിക്കുന്ന ക്രിമിനലിസം, തിന്മ കുടികുത്തി വാഴുന്നത് നമ്മുടെയൊക്കെ നാട്ടിൽ. ആത്മഹത്യയിൽ 1-ാം സ്ഥാനം കൊല്ലം ജില്ലയ്ക്ക്. ഈ ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ, ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ, ജെറുസലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ ശത്രു കത്തിച്ച് നശിപ്പിച്ചു എന്ന കേൾവി നെഹമ്യാവിനുണ്ടായപ്പോൾ അവൻ പോയിരുന്ന് കരഞ്ഞു.
അവൻ പോയിരുന്നു, ഉപവസിച്ചു. അവൻ ദൈവത്തോട് ഇടിവിൽ നിന്നു. യെരൂശലേമിന്റെ മതിലുകളെ പണിയണേ, ദേശത്തെ വിടുവിക്കണേ, എന്റെ ദേശത്തെ വിടുവിക്കണേ. അവൻ പോയി എന്ന് കരഞ്ഞു, നിലവിളിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ആത്മഭാരം ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളിലും വെളിപ്പെടണം. രണ്ടാമത്തെ വാക്യം അസാധാരണമാണ്. അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം. അവിടെ ഇന്ത്യ എന്ന് എഴുതിയോ? ഇന്ത്യ എന്നൊന്ന് ചേർത്ത് വെച്ച് ഭാരതം എന്നൊന്ന് വായിച്ചേ. അവൻ ഭാരതത്തെ യഥാസ്ഥാനപ്പെടുത്തുവോളം, ഭൂമിയിൽ ഭാരതത്തെ പ്രശംസാ വിഷയമാക്കുവോളം അവന് സ്വസ്ഥത കൊടുക്കരുത്. അവൻ ഭാരതത്തെ യഥാസ്ഥാനപ്പെടുത്തുവോളം, ഭൂമിയിൽ ഭാരതത്തെ പ്രശംസാ വിഷയമാക്കുവോളം അവന് ഇപ്പൊ രണ്ട് സ്വസ്ഥത വായിച്ചില്ലേ? ഒന്ന്, നിനക്ക് സ്വസ്ഥതയില്ല, ആത്മാക്കളെ കുറിച്ച് ഓർത്ത്. അതാണ് ആറാമത്തെ വാക്യം, നിനക്ക് സ്വസ്ഥതയില്ല, നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. ഏഴാമത്തെ വാക്യത്തിൽ നിനക്ക് സ്വസ്ഥതയില്ലാത്തതുകൊണ്ട് നിങ്ങളിരുന്ന് ഇങ്ങനെ അലക്കിയല്ലേ, കർത്താവേ നോർത്ത് ഇന്ത്യ എത്താ, സൗത്ത് ഇന്ത്യ എത്താ, കർത്താവെ എറണാകുളം പട്ടണത്തെ എനിക്ക് കർത്താവിന് വേണ്ടി നേടണം, ദേശത്തെ കർത്താവിന് വേണ്ടി നേടണം, ഇന്ന ജില്ല എത്താ, ഇങ്ങനെ മാപ്പ് എടുത്ത് വെച്ച് പ്രാർത്ഥിക്കില്ലേ? ദൈവത്തിന് സ്വസ്ഥതയില്ല. നിങ്ങൾക്ക് ആത്മഭാരം അകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് സ്വസ്ഥതയില്ല, ദൈവത്തിന് സ്വസ്ഥതയില്ലാതാകുന്ന സമയത്ത് വെളിപ്പെടുന്നതാണ് ഉണർവ്. പ്രാർത്ഥിക്കുന്ന തലമുറ എഴുന്നേൽക്കട്ടെ, ഇടിവിൽ നിൽക്കുന്ന കാവൽക്കാർ എഴുന്നേൽക്കട്ടെ. എനിക്ക് മറ്റൊരു അനുഭവം ഭാരതത്തെ കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള ഒരു പ്രധാന അനുഭവം. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതുപോലെയും എൻ്റെ സാക്ഷ്യങ്ങളിൽ പലതവണ പറഞ്ഞിട്ടുള്ളതുപോലെയും ഒത്തിരി ഗോഡ്സ് ജനറൽസുമായി, ഒത്തിരി അഭിഷിക്തന്മാരുമായി അസോസിയേറ്റ് ചെയ്യാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ദൈവം വ്യക്തിപരമായി പലതവണ തന്നിട്ടുണ്ട്. ഒരുപാട് പേരുമായിട്ട് ഒന്നിച്ചിരിക്കാനും പ്രാർത്ഥിക്കാനും അവരുടെ ഇമ്പാർട്ടേഷൻ അല്ലെങ്കിൽ അവരുടെ ആ പ്രാർത്ഥന അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനും ഒക്കെ ദൈവം അവസരം തന്നിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ഏറ്റവും എൻ്റെ ലൈഫിൻ്റെ ഒരു ടേണായിരുന്നു റെയ്നാഡ് ബോങ്കയുമായിട്ടുള്ള എൻ്റെ ആ ഒരു കൂടിക്കാഴ്ച. അവിടെ ഈ മനുഷ്യൻ അദ്ദേഹം മരിക്കുന്നതിൻ്റെ തലേ വർഷം 2018 അദ്ദേഹം എന്നെ വെസ്റ്റ് പാം ബീച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് ഫ്ലോറിഡയിൽ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ എത്തി. ഞങ്ങൾ ആ ഹോട്ടലിൽ വന്നു. ഹോട്ടലിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞ ക്യാബിൻ നമ്പർ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഞങ്ങളൊരു 3 പേരേ ഉള്ളൂ മൊത്തത്തിൽ. കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം വന്നു, ക്യാബിനിലെത്തി. ഭാര്യ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് സംസാരിക്കാനും പ്രവചിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി. കൂട്ടത്തിൽ ഭക്ഷണവും കൊണ്ടുവച്ചു. അവർ കഴിച്ചു. ഞാൻ ആ സമയത്ത് ഫാസ്റ്റിങ്ങിലായിരുന്നു. അതിന് വേറൊരു കാരണമുണ്ട്, അത് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇദ്ദേഹം എനിക്ക് തോന്നുന്നൊരു 2.5-3 മിനിറ്റ് ഭയങ്കര ആത്മനിറവിൽ അദ്ദേഹം പ്രവചിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അതെന്നെ ഭയങ്കരമായിട്ട് എന്നെ ഒലച്ചു. ആഫ്രിക്ക കഴിഞ്ഞാൽ എൻ്റെ ലക്ഷ്യവും എൻ്റെ പാഷനും ഇന്ത്യയെക്കുറിച്ചായിരുന്നു. അദ്ദേഹം എന്നോട് പറയുവാണ്, നിന്നെ എനിക്ക് കാണണമെന്ന് പറഞ്ഞതും നമ്മളിപ്പോൾ ഇത്രയും നേരം പ്രാർത്ഥിച്ചതും നിന്റെ മേളിൽ ഞാൻ ഇമ്പാർട്ട് ചെയ്തതും ഇതെല്ലാം ഞാൻ ചെയ്തത് ഫോർ ഇന്ത്യ. ആഫ്രിക്ക കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, എൻ്റെ ലക്ഷ്യം, എൻ്റെ ടാർഗറ്റ് ഇന്ത്യയാണ്. അദ്ദേഹത്തിൻ്റെ വായിന്ന് ഒരു പദം, അഭിഷിക്തന്മാർ പറയുന്ന പദങ്ങൾക്ക് വാല്യൂ ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഐ ലവ് ഇന്ത്യ. എനിക്ക് ആ രാജ്യത്തെ ഞാൻ ഭയങ്കരമായി സ്നേഹിക്കും. എൻ്റെ യേശു ആ രാജ്യത്തെ ഭയങ്കരമായി സ്നേഹിക്കും. ബട്ട് ഐ എം നോട്ട് വെൽ പാസ്റ്റർ ടീനു. ഞാൻ സുഖമില്ലാതിരിക്കുകയാണ്. ഞാൻ ഇനി എത്ര നാളുണ്ടാകുമെന്ന് എനിക്കറിയില്ല. മരിക്കുന്നതിൻ്റെ തലേ വർഷം പറയുന്ന ഞാൻ ഇനി എത്ര നാളുണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഐ എം നോട്ട് വെൽ. എനിക്ക് ഭാരതത്തിൽ വരാൻ പറ്റില്ല. പക്ഷേ ഭാരതത്തെ യേശുവിന് വേണം. നീ ഒരു ഭാരതീയനായതുകൊണ്ടാണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് നിന്നെ വിളിപ്പിച്ച് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് നിന്നോട് പ്രവചിച്ച് ഞാൻ ഇമ്പാർട്ട് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. മരിച്ച ആളെ ഉയർപ്പിച്ച
പതിനായിരങ്ങളെ സൗഖ്യത്തിലേക്ക് നയിച്ച, കോടിക്കണക്കിന് ജനങ്ങളെ കർത്താവിലേക്ക് തിരിച്ചുവിട്ട മനുഷ്യൻ നിത്യതയിൽ വിശ്രമിക്കുന്നു. പക്ഷെ അവരുടെ എല്ലാം മനസ്സിൽ ഇന്ത്യ എന്ന സ്മിത്ത് വിഗിൾസ്വർത്ത് എന്ന മനുഷ്യന്റെ അകത്ത് ഭാരതത്തെക്കുറിച്ച് ഭയങ്കര ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ബില്ലി ഗ്രഹാം എന്ന പ്രഭാഷകൻ പലതവണ വന്ന് ഇന്ത്യയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ? ടി.എൽ. ഓസ്ബോൺ എന്ന് പറയുന്ന അനുഗ്രഹീതനായ ദൈവഭൃത്യൻ ഇവിടെ വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. അസൂസ സ്ട്രീറ്റ് റിവൈവലിൽ നിന്നും വെളിപ്പെട്ട അതിശക്തമേറിയ ഒരു ഇമ്പാർട്ടേഷനാണ് കുക്കുസായിപ്പ് എന്ന് പറയുന്ന മനുഷ്യനിൽ വെളിപ്പെട്ടത്. അദ്ദേഹത്തിന്റെ അസൂസ സ്ട്രീറ്റ് റിവൈവലുമായി അസോസിയേറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ മേൽ നിന്നാണ് കുക്കുസായിപ്പിലേക്ക് ആ ഇമ്പാർട്ടേഷൻ ഉണ്ടായത്. ആ കുക്കുസായിപ്പ് വന്ന് പ്രവർത്തിച്ച സ്ഥലമാണ് കൊട്ടാരക്കര. അദ്ദേഹം വന്ന് ആയിരങ്ങളെ സ്നാനപ്പെടുത്തിയ തോടാണ് ഈ പുലമൺ തോട്. ഇന്നും ആ ചിത്രങ്ങൾ ഗൂഗിളിൽ കിടപ്പുണ്ട്. നിങ്ങളുടെ അകത്ത് ഒരാത്മഭാരം ഉണ്ടാകണം. ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? രാജ്യങ്ങളുടെ വാതിലുകൾ ദൈവം തുറക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, തുറക്കട്ടെ, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ ആയിരിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആയിരിക്കും. പക്ഷെ എൻ്റെ ഉത്തരവാദിത്വം, എൻ്റെ റെസ്പോൺസിബിലിറ്റി, എൻ്റെ ദൗത്യം മുഴുവൻ കിടക്കുന്നത് ഈ മണ്ണിനകത്ത്. അതിനുവേണ്ടി ഒരു വലിയ ഭാരം നിങ്ങളുടെ അകത്തുണ്ടാകുകയും അതിനുവേണ്ടി നിങ്ങളെ തന്നെ പണിതെടുക്കുകയും വേണം. ഈ വർഷം ദിവദാസന്മാരെ 1-2 കാര്യോടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. ഈ വർഷം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദിസ് എ ടൈം ഓഫ് ഹാർവെസ്റ്റ്. കൊയ്ത്തിനായി ഒരുങ്ങുക. ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിതച്ചവരെല്ലാം, ഇത് ശ്രദ്ധിച്ചോണം. പാസ്റ്റർ അരവിന്ദ് ഇത് ദൈവം എന്നോട് സംസാരിച്ചൊരു വാക്കാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിതച്ചവരാണ് നമ്മളിൽ പലരും, പലയിടങ്ങളിൽ. ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിതച്ചവരെല്ലാം ഒറ്റക്കെട്ടായി കൊയ്ത്തിനിറങ്ങുന്ന ഒരു സീസണിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതിനകത്ത് ആ ഒരു യൂണിറ്റി ഇൻ സ്പിരിറ്റിൽ നിങ്ങൾക്കുണ്ടാകണം. ഒറ്റക്കെട്ടായി. ലക്ഷ്യം മറ്റൊന്നുമായിരിക്കരുത്. നാം മറ്റൊരു മതത്തെ ഉപദ്രവിക്കരുത്. നാം മറ്റൊരു ജാതിയെ അധിക്ഷേപിക്കരുത്. നാം ഒരിക്കലും മനുഷ്യനെ ഉപദ്രവിക്കുന്ന മതതീവ്രവാദികളായി തീരരുത്. മനുഷ്യനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് സത്യത്തിലേക്കും തിരിക്കുന്ന നല്ല ലക്ഷ്യത്തോടെ മദ്യപാനികൾ വിടുവിക്കപ്പെടട്ടെ, തകർന്ന കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ, ജീവിതം തകർന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ, അവർ ജീവനുള്ള ദൈവത്തെ അറിയട്ടെ എന്നുള്ള ആ ഭയങ്കര ബോധ്യത്തോടെ വേണം, ആ ഫോക്കസിലായിരിക്കണം നിങ്ങൾ സ്റ്റെപ്പ് വയ്ക്കേണ്ടത്. അത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആത്മാക്കളെ നേടുക എന്ന വിഷയത്തിൽ, ജനത്തെ ക്രിസ്തുവിലേക്ക് നയിക്കുക എന്ന വിഷയത്തിൽ എല്ലാവരും ഒന്നിക്കണം. ഏതൊരു കാര്യത്തിനും ഒറ്റക്കെട്ടായി വരുന്ന മനോഭാവം നമുക്കുണ്ടാകണം. കാരണം പക്ഷേ 1-2 വാക്യങ്ങൾ കൂടെ വായിക്കാമോ? പുറപ്പാടിന്റെ പുസ്തകം അതിന്റെ 18-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 18-ാമത്തെ വാക്യം. അതിന് മോശയുടെ അമ്മായപ്പൻ അവനോട് പറഞ്ഞത്, മോശയുടെ അമ്മായപ്പൻ നിങ്ങൾക്കറിയാം, പുരോഹിതന, ശുശ്രൂഷകന. അമ്മായപ്പൻ മോശയോട് പറയുകയാണ്, നീ ചെയ്യുന്ന കാര്യം നന്നല്ല, നീയും നിന്നോട് കൂടിയുള്ള ഈ ജനവും ക്ഷീണിച്ചു പോകും. ഈ കാര്യം നിനക്ക് അതിഭാരമാകുന്നു, ഏകനായി അത് നിവർത്തിപ്പാൻ നിനക്ക് കഴിയുന്നതല്ല. അടുത്തിരിക്കുന്നുള്ള പറഞ്ഞാട്ടെ, ഒറ്റയ്ക്ക് നിനക്കിത് ചെയ്യാൻ പറ്റുകയില്ല. ഏകനായി നിനക്കിത് നിവർത്തിക്കാൻ പറ്റത്തില്ല. ഇത്രയും ജനത്തെ നയിക്കാൻ നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല. ചേർന്നൊരാമീൻ പറഞ്ഞേ. അപ്പൊ ശുശ്രൂഷകർ വേണം. ആര് വേണം? ശുശ്രൂഷകർ വേണം. അപ്പൊ ശുശ്രൂഷകർ വേണമെങ്കിൽ അവരെ തെരഞ്ഞെടുക്കുമ്പോൾ കൊടുത്തൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. 21-ാമത്തെ വാക്യം. അതല്ലാതെ ദൈവഭക്തന്മാരും സത്യവാന്മാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സകല ജനത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് അവരെ 1000 പേർക്ക് അധിപതിമാരായും 100 പേർക്ക് അധിപതിമാരായും 50 പേർക്ക് അധിപതിമാരായും 10 പേർക്ക് അധിപതിമാരായും നിയമിക്കാം. കണ്ടോ? ഒരു ശുശ്രൂഷകന്, ഒരു ലീഡറിന്, ഒരു പാസ്റ്ററിന്
ബൈബിൾ പഴയ നിയമം വെച്ചിരിക്കുന്ന, പുതിയ നിയമത്തിലേക്ക് ഞാൻ വരുന്നു. പഴയ നിയമം വെച്ചിരിക്കുന്ന യോഗ്യത ഇതായിരിക്കണം. മോശ എന്ന് പറയുന്ന ലീഡർ തെരഞ്ഞെടുത്തത് ദൈവഭക്തന്മാരും സത്യവാന്മാരും ദുരാദായം വെറുക്കുന്നവരും പ്രാപ്തിയുള്ള പുരുഷന്മാരും. അപ്പം നമ്മുടെ ഫോക്കസ് കറക്റ്റ് ആയിരിക്കണം. ദൈവഭക്തന്മാർ, ദൈവത്തോട് ബന്ധമുള്ളവർ, സത്യസന്ധതയുള്ളവർ, ദുരാദായം, ഇതിനെ ഒരു ആദായമായി കാണാത്തവർ, ദുരാദായം വെറുക്കുന്നവർ, അങ്ങനെയുള്ള സകല ജനത്തെയും നീ തെരഞ്ഞെടുക്കണം. ഫോക്കസ് കറക്റ്റ് ആണെങ്കിൽ, ദൈവം എന്നോട് പറഞ്ഞ, പരിശുദ്ധാത്മാവ് എന്നെ അറിയിച്ച ഒരു ദൈവശബ്ദം, അത് ഇപ്പൊ പിടിച്ച മീന. ഞാൻ കഴിഞ്ഞ ആഴ്ച ചർച്ചയിൽ അത് പറഞ്ഞേ. ഞാൻ ഹൂസ്റ്റണിൽ മീറ്റിങ്ങിന് പോയി. ഹൂസ്റ്റണിൽ മീറ്റിങ്ങിന് പോയ സമയത്ത് ഒത്തിരി പേർ കർത്താവിലേക്ക് വന്നു. ഒരുപാട് പേർ സ്നാനപ്പെടാൻ തീരുമാനമെടുത്തു. അപ്പോൾ ഈ സ്നാനപ്പെടാൻ വേണ്ടി, രക്ഷിക്കപ്പെട്ടും സ്നാനപ്പെടാനുമായിട്ട് ഒരു ക്രൗഡ് ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുമ്പം പെട്ടെന്ന് ഞാനൊരു ശബ്ദം കേൾക്കുക. എനിക്കറിയാം, ആ ദൈവശബ്ദം തിരിച്ചറിയാൻ എനിക്കറിയാം. കർത്താവ് സംസാരിച്ചിട്ടുള്ളത് ഏലി പറഞ്ഞതുപോലെ എനിക്കറിയാം. ഞാനൊരു വോയിസ് കേൾക്കുക, ബ്രദറെ, നഷ്ടപ്പെട്ടവരിലേക്ക് നിന്റെ ശ്രദ്ധയെ നീ തിരിച്ചാൽ എന്റെ ശ്രദ്ധ മുഴുവൻ നിന്നിലായിരിക്കും. അതിന്ന് ഞാൻ ഈ പകൽ നിങ്ങൾക്ക് കൈമാറുകയാണ്. നിന്റെ ഫോക്കസ് ഡോളറിലോ പൗണ്ടിലോ പ്രതികൂലത്തിലോ മനുഷ്യരിലോ ഒക്കെ ഒന്നും പോകാതെ നഷ്ടപ്പെട്ട ആത്മാക്കളിലേക്കാണ് നിന്റെ ശ്രദ്ധ പോകുന്നതെങ്കിൽ, നഷ്ടപ്പെട്ടവനിലേക്കാണ് നിന്റെ കാഴ്ചപ്പാട് നിൽക്കുന്നതെങ്കിൽ, എന്റെ മുഴുവൻ ഫോക്കസും നീ ഒരുത്തനിലായിരിക്കും. ഒന്ന് കൈയടിച്ച് കർത്താവിനെ നന്ദി പറയാം. എന്റെ മുഴുവൻ ഫോക്കസ് നീ ഒരുത്തനിലായിരിക്കും. ഇത് ഇന്നിവിടെ ഇരിക്കുന്ന ശുശ്രൂഷകരോട് കർത്താവ് പറയുകയാണ്. ഈ കൂടി വന്നിരിക്കുന്ന ജനത്തോട് പറയുകയാണ്. വീണ്ടും ദൈവം പറയുന്നു, നീ കർത്താവിന്റെ കാര്യം നോക്കിയാൽ നിന്റെ കാര്യം ദൈവം നോക്കും എന്ന ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അതിന്റെ 6-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ശുശ്രൂഷകരെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗം കാണാം. വായിച്ചേ. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തെരഞ്ഞുകൊള്ളുക. നേരത്തെ പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചു, ദൈവഭക്തന്മാർ, സത്യവാന്മാർ, ദുരാദായം വെറുക്കുന്നവർ, പ്രാപ്തിയുള്ള പുരുഷന്മാർ, അവരെ തിരഞ്ഞെടുക്കുക. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, സത്യസന്ധത ഉണ്ടാകണം. അടുത്തിരിക്കുന്നവർ പറഞ്ഞ്, ദൈവനാമം മഹത്വപ്പെടാൻ ഞാൻ ഒരു കള്ളവും പറയല. പറഞ്ഞേ. ചിലർ കള്ളം പറയുന്നത് ദൈവനാമം മഹത്വപ്പെടാനാ. ദൈവനാമം സത്യസന്ധരായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അപ്പോസ്തല പ്രവൃത്തിയിലെ തെരഞ്ഞെടുപ്പിൽ എഴുതിയിരിക്കുന്നു, ആത്മാവും ജ്ഞാനവും, പരിശുദ്ധാത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള. എൻ്റെ പൊന്ന് പാസ്റ്റർമാരെ, എൻ്റെ പൊന്ന് ശുശ്രൂഷകരെ, ഞാൻ നിങ്ങളോട് വളരെ തൊഴുകയോടെ സ്നേഹത്തോടെ പറയട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ കൈമുതൽ എന്ന് പറയുന്നത്, നമ്മുടെ മിനിസ്ട്രിയുടെ, നമ്മുടെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റ് മണിയാണ്. ഒരല്പനേരത്തേക്ക് സുഖത്തിന് പോലും, ഒരല്പനേരത്തേക്കുള്ള നമ്മളുടെ സ്വന്തം പ്ലഷറിന്, സന്തോഷത്തിന് പോലും നമ്മുടെ സാക്ഷ്യത്തെ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഐ ഹംബ്ലി റിക്വസ്റ്റ് യു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, മറ്റുള്ളവരോട് പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമപ്പെടുത്തുന്നു. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരാടിയില്ലെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല. യു നെവർ ലൂസ് യുവർ ടെസ്റ്റിമണീസ്. സഹോദരിമാരോടുള്ള നിങ്ങളുടെ ഇടപാടുകൾ, സഹോദരിമാർക്ക് സഹോദരന്മാരോടുള്ള ഇടപാടുകൾ, നിങ്ങളുടെ ഫോൺ കോൺവെർസേഷനുകൾ, നിങ്ങളുടെ വാട്സപ്പ് മെസ്സേജുകൾ, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ബന്ധങ്ങൾ, ദൈവം തന്നിരിക്കുന്ന പണങ്ങൾ, ദൈവം തന്നിരിക്കുന്ന എന്തുമാകട്ടെ, ഏതുമാകട്ടെ, അതിനകത്തൊരു ദൈവികമായ ഒരു ഹോളിനെസ് ഉണ്ടാകണം.
ഒരു വിശുദ്ധി ഉണ്ടാകണം. ഒരു പക്ഷിക്ക് പറന്നുയരാൻ 2 ചിറക് വേണം. കൈ ഒന്ന് എടുത്തേ എല്ലാവരും. അടുത്തിരിക്കുന്ന ആളുടെ മേലൊന്ന് മുട്ടിക്കോട്ടെ, ഉറക്കം അങ്ങ് പോട്ടെ. ഒരു പക്ഷിക്ക് പറന്നുയരാൻ 2 ചിറകുകൾ വേണം. ഒരു വിമാനത്തിന് ടേക്ക് ഓഫ് ചെയ്യാൻ 2 ചിറകുകൾ വേണം. നിങ്ങളെല്ലാവരും പറന്നുയരാനുള്ളവർ. ജീവിതത്തിൽ പറന്നുയരാൻ, ശുശ്രൂഷയിൽ പറന്നുയരാൻ നമുക്ക് വേണ്ടുന്ന 2 ചിറകുകളിൽ ഒരു ചിറകാണ് അഭിഷേകം. ഉറപ്പായിട്ടും അഭിഷേകം. പറഞ്ഞ ഉറപ്പായ അഭിഷേകം. അഭിഷേകം ഇല്ലായിരുന്നു എന്നെ എന്തിനു കൊള്ളായിരുന്നു? ഒരു ചിറക് ഉറപ്പായും അഭിഷേകമാണ്. ആ കരിസ്മ ഉള്ളത് കൊണ്ടാണ്, ആ അഭിഷേകം ഉള്ളത് കൊണ്ടാണ് ജനമെല്ലാം വരുന്നത്. എന്നാൽ മറ്റൊരു ചിറകാണ് നല്ല സ്വഭാവം, ക്യാരക്ടർ. അനോയിന്റിങ് ആൻഡ് ക്യാരക്ടർ. Listen to me, this is very important thing. The anointing is the gift of the Lord. That not because of your work, that is not because of your ability or anything. That is only by the grace and gift of the Lord. Anointing, അഭിഷേകം ദൈവം തരുന്ന കൃപയാണ്, ദൈവത്തിന്റെ ദാനമാണ്. But the character is not the gift of the Lord. That is creating yourself. നല്ല സ്വഭാവം എന്ന് പറയുന്നത് ദൈവം തരുന്നതല്ല, അത് നീ നിന്നിൽ തന്നെ പണിത് ഉയർത്തിയെടുക്കേണ്ടി വന്നാണ്. It is very important. Hallelujah. നമ്മളൊരാളെ മെന്റർ, നിങ്ങളെ ആരാണോ, ലിസൺ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് തിങ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നിങ്ങളെ മെന്റർ ചെയ്യുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ ശോധന ചെയ്യണം. നിങ്ങളെ മെന്റർ ചെയ്യുന്ന ആൾ റൈറ്റ് പേഴ്സൺ അല്ലെങ്കിൽ, നിങ്ങളെ മെന്റർ ചെയ്യുന്ന ആള് സാക്ഷിയുള്ള, ആത്മാവുള്ള, വിശുദ്ധിയുള്ള, ജ്ഞാനമുള്ള ആളല്ലെങ്കിൽ, ഉറപ്പായും കുരുടനെ വഴി കാണിച്ച് രണ്ടും പോയി കുഴി വീഴും. That is very important thing. അതുകൊണ്ട് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ചർച്ചിൽ നിങ്ങൾ ആരെങ്കിലും തിരഞ്ഞെടുത്താലോ, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരായി നിൽക്കുമ്പോഴോ, ഇത് വളരെ പ്രധാനപ്പെട്ടതൊന്നാണ്. കർത്താവെ, ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ചേ, ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാവോ? ദൈവമേ, എന്റെ സാക്ഷ്യം നഷ്ടപ്പെടുത്തുന്നതൊന്നും എനിക്ക് തരല്ലേ എന്നൊന്ന് പ്രാർത്ഥിക്കാവോ? എന്റെ സാക്ഷ്യം നഷ്ടപ്പെടുത്തുന്ന ഒരു ബന്ധവും എനിക്ക് വേണ്ട. എന്റെ സാക്ഷ്യം നഷ്ടപ്പെടുത്തുന്ന ഒരു കാശും എനിക്ക് വേണ്ട. എന്റെ സാക്ഷ്യം നഷ്ടപ്പെടുത്തുന്ന യാതൊരു ഇടപാടുകളും എനിക്ക് വേണ്ട. ഒന്ന് പ്രാർത്ഥിച്ച്, ഇത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നെ എന്തോ പ്രാർത്ഥിക്കുന്നേ? എന്റെ ടെസ്റ്റ് മണിയെ ലൂസ് ചെയ്യുന്ന ഒന്നിലും പോയി വീഴാൻ ദൈവമേ നീ എന്നെ ഇടയാക്കരുതെന്ന് കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. ബിക്കോസ് എ പാസ്റ്റർ, എ മിനിസ്റ്റർ must be faithful. A minister must be accountable and available. A minister must be submissive and spiritual. A minister must be teachable and trained. Hallelujah. നിങ്ങളൊക്കെ സ്നാനപ്പെട്ടവരാണോ? സ്നാനപ്പെട്ട ശുശ്രൂഷകരെല്ലാം കൈ ഉയർത്തി. സ്നാനപ്പെടുത്തി കഴിഞ്ഞ് നിങ്ങളെ കയറ്റി വിട്ടപ്പം നിങ്ങളുടെ പാസ്റ്റർ പറഞ്ഞായിരുന്നോ? ആരാ നിങ്ങളെ സ്നാനപ്പെടുന്ന എനിക്കറിയത്തില്ല. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവന്റെ കിരീടം പ്രാപിക്കുമെന്ന് പറഞ്ഞായിരുന്നോ? കേട്ടായിരുന്നോ? അത് കറക്റ്റാ. സ്നാനപ്പെടുന്നതോടെ നമ്മുടെ ക്രിസ്ത്യ ജീവിതം ആരംഭിച്ചേ. അതങ്ങ് അവസാനം വരെ, ആ മരണം വരെ നിങ്ങളായിരിക്കുന്ന സഭയിൽ, നിങ്ങളായിരിക്കുന്ന കുടുംബത്തിൽ, നിങ്ങളായിരിക്കുന്ന ദേശത്തിൽ മരണപര്യന്തം നിങ്ങൾ വിശ്വസ്തരായിരിക്കുക, എന്നാൽ ജീവന്റെ കിരീടം പ്രാപിക്കും. 1 കൊരിന്ത്യർ 4:2 എന്ത് പറയുന്നേ? വായിച്ചേ. 1 കൊരിന്ത്യർ 4. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ വിശ്വസ്തരായിരിക്കും. ഗ്രഹം എന്ന് ഉദ്ദേശിച്ചത് എന്തു ആകാം? നിങ്ങളുടെ വീടാകാം, നിങ്ങളുടെ സഭയാകാം, നിങ്ങളുടെ ആത്മീയ ഭവനമാകാം, നിങ്ങളുടെ സ്വന്തം ഭവനമാകാം, എന്തുമാകാം. ആ ഗ്രഹത്തെ നയിക്കുന്നവരിൽ, ഗൃഹവിചാരകന്മാരിൽ
ദൈവം അന്വേഷിക്കുന്നതോ? നിങ്ങൾ കൃപാവരമുള്ളവരായിരിക്കണം. നിങ്ങൾ മരിച്ചവരെ ഉയർപ്പിക്കണം. നിങ്ങൾ കുഷ്ഠരോഗിയെ ശുദ്ധമാക്കണം. നിങ്ങൾ എന്തോ വലിയ സംഭവമായിരിക്കണം എന്നാണോ? നോ. ഗൃഹവിചാരകന്മാരിൽ ദൈവം അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ ഭർത്താവിനോട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട്, നിങ്ങളുടെ സമൂഹത്തോട്, നിങ്ങളുടെ സഭയോടെല്ലാം നിങ്ങൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. ഉറപ്പായും ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. ആ ഒരു ഫെയ്ത്ത്ഫുൾനെസ് നിങ്ങൾ പ്രൂവ് ചെയ്യണം. പറഞ്ഞ് വിശ്വസ്തത തെളിയിക്കാനുള്ളതാ. രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ തെളിയിക്കാനുള്ളതാ. ഒന്ന് വിശ്വസ്തതയും, രണ്ട് സ്നേഹവും. പറഞ്ഞ് വിശ്വസ്തത തെളിയിക്കണം. വിശ്വസ്തത തെളിയിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിശ്വസ്തത കാണിക്കാനുള്ള സാഹചര്യവും അവസരവും ഒരുങ്ങി വരുമ്പോൾ, എന്നോട് ദൈവം പറഞ്ഞൊരു കാര്യമാണ് ഞാൻ വിളിച്ചു പറയുന്നത്. അവിശ്വസ്തത കാണിക്കാനുള്ള സാഹചര്യവും അവസരവും ഒരുങ്ങി വരുമ്പോൾ നിന്റെ വിശ്വസ്തത നീ പ്രൂവ് ചെയ്യണം. ജോസഫ് അതാ ചെയ്ത്, പ്രൂവ് ചെയ്ത് പുള്ളിയുടെ വിശ്വസ്തത ദൈവത്തിന്റെ മുമ്പിൽ പുള്ളി പ്രൂവ് ചെയ്ത് കാണിച്ചു. പുള്ളിക്ക് അതിനുള്ള ചാൻസ് ഉണ്ടായിരുന്നു, പുള്ളിക്ക് അതിനുള്ള അവസരം ഉണ്ടായിരുന്നു, പുള്ളിക്ക് അതിനുള്ള എല്ലാ ചുറ്റുപാടുകളും ഉണ്ടായിരുന്നു. പക്ഷേ ആരും പുള്ളിയെ കാണുന്നില്ലായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ മുൻപിൽ ഒരു തുറന്ന പുസ്തകമാണ് ഞാൻ എന്നുള്ള ബോധ്യത്തിൽ അവൻ ആ വിശ്വസ്തത പ്രൂവ് ചെയ്തു. കൈകൊടുത്ത് പറയാം, സ്നേഹവും വിശ്വസ്തതയും ഒളിച്ചു വെക്കാനല്ല, തെളിയിക്കണം. സ്നേഹവും വിശ്വസ്തതയും ഒളിച്ചു വെക്കാനുള്ളതല്ല, അത് തെളിയിക്കണം. പക്ഷെ ഞാൻ പാസ്റ്ററിന് ഭയങ്കര വിശ്വസ്തനാ എന്ന് നിങ്ങൾ പറയുമ്പോൾ അതൊരു പറച്ചിലാണോ? നിങ്ങൾക്ക് അവിശ്വസ്തനാകാനുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങളത് പ്രൂവ് ചെയ്തിട്ടുണ്ടോ? ഉറപ്പായും പറയുന്നു, അത് പ്രൂവ് ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ ബ്ലെസ്സിങ്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് അനദർ തിങ്, വേൾഡ്ലി തിങ്. ഐ എം സ്പീക്കിംഗ് കംപ്ലീറ്റ്ലി എ സ്പിരിച്വൽ തിങ്. ദൈവികമായ അനുഗ്രഹങ്ങൾ നിങ്ങളിൽ വരുന്നത് ആ വിശ്വസ്തതയുടെ നടുവിലാണ്. ഓ, ശബ്ദമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്തേ. ഞാൻ അതിനകത്ത് രണ്ട് കാര്യങ്ങൾ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ പുറപ്പാട് പുസ്തകം 35-ാം അധ്യായത്തിന്റെ 30-33 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. നോക്കുവിൻ, യഹോവ യഹൂദാ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേറ് ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവൻ ദിവ്യാത്മാവിൽ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചു. പറഞ്ഞ ബെസലേൽ എന്തായിരുന്നു? ബെസലേലിന്റെ പ്രത്യേകത, അവൻ ദിവ്യാത്മാവുള്ളവനായിരുന്നു. ഒരു ഡിവൈൻ സ്പിരിറ്റ് അവനിലുണ്ടായിരുന്നു. അത് മാത്രമല്ല, ബുദ്ധിയും അറിവും സാമർഥ്യവും കൊണ്ട് നിറച്ചു. പുള്ളിയുടെ പ്രത്യേകത എന്നറിയോ? സങ്കൽപ്പിച്ച് ഇമാജിൻ ചെയ്ത് കാര്യങ്ങൾ ഉണ്ടാക്കുമായിരുന്നു പുള്ളി. ഈ ബെസലേലാണ് സമാഗമന കൂടാരത്തിന്റെ എഞ്ചിനീയർ, ആർക്കിടെക്ചർ. ദൈവമഹത്വം ഇറങ്ങിയ ഇടമാണ് സമാഗമന കൂടാരം. ഈ സമാഗമന കൂടാരം പണിയാൻ ദൈവം ഉപയോഗിച്ചത്, അതിന്റെ പടം വരച്ചത്, അത് കംപ്ലീറ്റ് വർക്കും ചെയ്തത് ബെസലേലാണ്. ബെസലേൽ ആരുടെ കൊച്ചുമോനാണെന്നറിയാമോ? ഹൂരിന്റെ കൊച്ചുമോനാണ്. ഹൂരിന്റെ കൊച്ചുമോനാണ് ബെസലേൽ. ആരാണ് ഈ ഹൂരെന്നറിയാമോ? മോശയുടെ ഒപ്പം നിന്ന ശുശ്രൂഷകൻ. മോശയുടെ കൈ താങ്ങിയ രണ്ട് വ്യക്തിത്വങ്ങളിൽ ഒന്ന് അഹരോനും ഒന്ന് ഹൂരും. സപ്പോർട്ടീവായി, കൈത്താങ്ങലായി, വിശ്വസ്തനായി ഒരുത്തൻ നിന്നപ്പോൾ അവന്റെ 3-ാം തലമുറയും പ്രയോജനപ്പെടുകയാണ്. യെസ്, നീ കൊണ്ട് തീരാനുള്ളതല്ല നിന്റെ ശുശ്രൂഷ, നീ കൊണ്ട് അവസാനിക്കാനുള്ളതല്ല നിന്റെ മിനിസ്ട്രി. It's very important. Glorify his name. Hallelujah. മർക്കോസ് 15:21 വരുമ്പോ അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശിമോനെ അവന്റെ ക്രൂശ് ചുമക്കാൻ നിർബന്ധിച്ചു. കർത്താവിന്റെ ക്രൂശ് ചുമന്ന മനുഷ്യനാണ് ശിമയോൻ എന്ന് പറയുന്ന മനുഷ്യൻ. നിർബന്ധത്താൽ പറയട്ടെ, നിർബന്ധിച്ച് സപ്പോർട്ട് ചെയ്യിച്ചു.
നിർബന്ധിച്ച് സപ്പോർട്ട് ചെയ്യിച്ചു, നിർബന്ധിച്ച് കൈത്താങ്ങലായി നിർത്തി. പക്ഷേ റോമർ 16:13 വരുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, കർത്താവിൽ പ്രസിദ്ധനായ റൂഫസിനെയും എനിക്ക് അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുവീൻ. ഇവിടെ കർത്താവിൽ പ്രസിദ്ധനായ റൂഫസ് എന്ന് കണ്ടോ? അതിന്റെ കാരണം ഒരപ്പൻ കുരിശു താങ്ങിയതാണ്, ഒരപ്പൻ സപ്പോർട്ടീവായതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും മിനിസ്ട്രിയിൽ സപ്പോർട്ടീവായിരിക്കണം. നിങ്ങളെല്ലാവരും മിനിസ്ട്രി ചെയ്യുന്നവരായിരിക്കണം. നിങ്ങളെല്ലാവരും പാഷനേറ്റീവ് ആയിരിക്കണം. നിങ്ങളുടെ അകത്ത് ആ ഒരു ഭയങ്കര ആവേശം. ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയത്തുള്ള ഒരു ദൈവദാസനോട് ചോദിക്കുകയായിരുന്നു. അദ്ദേഹം US വെച്ച് ഞാൻ കണ്ടു. പുള്ളി ഭയങ്കര എഡ്യൂക്കേറ്റഡ് ഒന്നുമല്ല, ഭയങ്കര വിദ്യാഭ്യാസമോ ബൈബിൾ കോളേജ് പണ്ഡിതനോ ഒന്നുമല്ല. ഈ പുള്ളിക്കാരനോട് ഞാൻ സംസാരിച്ചവിടെ 1000 കർത്താവ് വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം എന്നോട് പറയുക, പാസ്റ്റർ, യേശു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ആവേശമാണ്. യേശു എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര ആവേശമാണ്. എനിക്ക് ആത്മാക്കളെ നേടാൻ, കർത്താവിലേക്ക് അനേകരെ നയിക്കാനുള്ള ഒരു ഭയങ്കര പാഷൻ, ഒരു ഭയങ്കര ആവേശം എൻ്റെ അകത്ത് നിൽക്കുകയാണ്. നിശ്ചയമായും ഈ ഒരു ആത്മഭാരം, ഈ ഒരു ആവേശം നിങ്ങളെയും ഉപയോഗിക്കുന്നതിന് കാരണമാവും. നിങ്ങളെ ഉപയോഗിക്കുന്നതിന് കാരണമാവും. അതിന് പ്രധാനമായും നിങ്ങളുടെ ലൈഫ് ടെസ്റ്റ് മണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. പറഞ്ഞേ, ജീവിത സാക്ഷ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അബ്രഹാമിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് നെഹമ്യ 9:7-8. അബ്രഹാമിനെ തെരഞ്ഞെടുത്തു, കൽദയ പട്ടണമായ ഊരിൽ നിന്ന് ഞാൻ അവനെ കൊണ്ടുവന്നു, അവൻ അബ്രഹാം എന്ന് പേരിട്ടു. 8ാമത്തെ വാക്യം, നീ അവന്റെ ഹൃദയം നിന്റെ മുൻപാകെ വിശ്വസ്തയോടെ കണ്ടു. നീ അവന്റെ ഹൃദയത്തെ വിശ്വസ്തയോടെ കണ്ടു. പാസ്റ്റർജി, നമ്മൾ ആ വാക്യം അവസാനിപ്പിച്ചില്ല, അത് പ്രാർത്ഥിക്കാന്ന് ഞാൻ പറഞ്ഞേ. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിന്റെ 3-4 നമ്മൾ വായിച്ചോളൂ. 3-4 വായിച്ചോളൂ. സാക്ഷിയുള്ളവരെ, ഉപദേശിക്കുന്നവരെ തെരഞ്ഞെടുക്കണമെന്നുള്ളത്. ആത്മാവും ജ്ഞാനവും നിറഞ്ഞ സാക്ഷിയുള്ള 7 പുരുഷന്മാരെ തെരഞ്ഞെടുക്കണം. അവരെന്തായും നമ്മൾ വായിച്ചില്ല. താഴോട്ട് പോയേ. ഞങ്ങളോ പ്രാർത്ഥനയിൽ വചന ശുശ്രൂഷ ഉറ്റിരിക്കുമെന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെ ബോധ്യമായി. ഇനി അതിന്റെ 6-7 പെട്ടെന്ന് വായിച്ചോ. അപ്പോസ്തലന്മാരുടെ മുൻപാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. ദൈവവചനം പരന്നു. യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകിയാണ്. സാക്ഷ്യവും ആത്മാവും അപ്പോസ്തോലിക കവറിങ്ങും ഇമ്പാർട്ടേഷനോടായപ്പോഴത്തേനും ദേശം പിടിക്കപ്പെട്ടു. ദേശത്തിൽ ദൈവവചനം പരന്നു. എത്ര പേർ ആഗ്രഹിക്കുന്നു? യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി മാറി. യഥാർത്ഥമായ നിയോഗത്തിൽ, അപ്പോസ്തോലിക ഗൈഡൻസിൽ, അപ്പോസ്തോലിക കൈവപ്പിൽ, അപ്പോസ്തോലിക കവറിങ്ങിൽ ഒരു കൂട്ടം സാക്ഷ്യമുള്ള വിശ്വസ്തര. അല്ലെ പിന്നെ ഇതൊന്നും വിശ്വസിക്കാത്ത ഈ ബൈബിൾ മൊത്തം അവരങ്ങ് വലിച്ചു കീറി മാറ്റി വെക്കുകയോ കൊണ്ട് ഷെൽഫി വെക്കുകയോ ചെയ്ത് അവരൊരു പുസ്തകം എഴുതി അതിൽ ജീവിക്കണം. ഇതുകൊണ്ട് അവർ മാറ്റി വെക്കുന്നതല്ലേ. കാരണം പുസ്തകം മുഴുവൻ ഇതാ പഠിപ്പിക്കുന്നത്. ഞാൻ ഈ ബൈബിളിൽ വിശ്വസിക്കുന്നില്ല, ഞാൻ വേറൊരു പുസ്തകത്തിൽ ഞാനൊരെണ്ണം എഴുതിയിട്ടുണ്ട്, നിനക്കൊരെണ്ണം തരാമെന്ന് പറയണം. സ്തോത്രം. ബൈബിളിൽ വിശ്വസിക്കുന്നെങ്കിൽ ദൈവവചനം മുഴുവൻ ഇതാ പഠിപ്പിക്കുന്നത്. ആറാമത്തെ വാക്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സാക്ഷിയുള്ള, ഈ ആത്മാവുള്ള അപ്പോസ്തലന്മാർ ആത്മാവിൽ തിരഞ്ഞെടുത്ത ഇവരെ അപ്പോസ്തലന്മാരുടെ മുൻപാകെ കൊണ്ടുവന്ന് നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. ആ തലമുറ നിമിത്തം, ആ നിയോഗം ഏറ്റെടുത്തു പോയ തലമുറ നിമിത്തം ദൈവവചനം അങ്ങ് പരന്നു. യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. ഞാൻ ഇങ്ങനെ പറയാം, യഥാർത്ഥമായ പ്രോപ്പർ ഗൈഡൻസിൽ, മെന്റർഷിപ്പിൽ, ലീഡർഷിപ്പിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ പട്ടണങ്ങളെ ദൈവം നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എതിർത്തു നിന്ന പുരോഹിത കൂട്ടം, വിമർശിച്ചു നിന്ന പുരോഹിത കൂട്ടം, എതിർത്തു നിന്നവർ പോലും അനുകൂലമാകത്തക്ക നിലകളിൽ
ആത്മാവിന്റെ ഭയങ്കര ചലനങ്ങൾ യെരൂശലേം പട്ടണത്തിൽ വെളിപ്പെട്ടതുപോലെ നിങ്ങളിലൂടെ പട്ടണങ്ങളിൽ വെളിപ്പെടട്ടെ. പ്രിയ ദൈവദാസന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ: അനേകരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്കും തിരിക്കുക. ദൈവം അതിന് എന്നെ എവിടെ നിർത്തിയിരിക്കുന്നു? ഞാൻ ഇങ്ങനെ നിങ്ങളോട് പ്രവചിക്കാം. ആ ഒരു പാഷൻ നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, നിങ്ങളുടെ അകത്ത് അങ്ങനെ ഒരു കൊതിയുണ്ടെങ്കിൽ, നിങ്ങൾ നിൽക്കുന്ന സ്ഥലം, നിങ്ങൾ പ്ലാറ്റ്ഫോം ആയിരിക്കും അന്വേഷിക്കുന്നത്, നിങ്ങൾ അവസരങ്ങളായിരിക്കും തിരയുന്നത്. ആ ഒരു പാഷൻ നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം പ്ലാറ്റ്ഫോമുകളായി മാറും. നിന്റെ കയ്യിൽ ഒരു ആത്മാവിനെ കിട്ടിയാൽ നീ ആ വ്യക്തിയെ പ്രോപ്പറായി കൊണ്ടുപോകുമെന്ന ഉറപ്പ് ദൈവത്തിന് കിട്ടിയാൽ നിന്റെ കയ്യിൽ മില്യനുകളെ ദൈവം ഏൽപ്പിച്ചു തരും. ഇവന്റെ കൺവെൻഷനിൽ ഇവരെ കൊണ്ടുപോയി ഇരുത്തിയാൽ, ഇവൻ പ്രസംഗിക്കുന്ന വേദിയിൽ ഇവരെ കൊണ്ടുപോയി ഇരുത്തിയാൽ, ഇവരിന്ന് രക്ഷിക്കപ്പെടുമെന്ന ഉറപ്പ് ദൈവത്തിന് കിട്ടിയാൽ അവനെ കൊണ്ടുവന്നിരുത്തിയിരിക്കും. വിശ്വസ്തത മനുഷ്യന്റെ മുൻപിലും ദൈവത്തിന്റെ മുമ്പിലും ഒരുപോലെ പ്രൂവ് ചെയ്യപ്പെടട്ടെ. ഏലിയാവിനെ ദൈവത്തിന് വിശ്വാസമായിരുന്നു. ദൈവത്തിന് ഏലിയാവിനെ, നിങ്ങൾക്കറിയാവോ, ഏലിയാവിനെ ദൈവത്തിന് വിശ്വാസമായിരുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മളെയൊക്കെ അടുത്തിരിക്കുന്നത് പറഞ്ഞിട്ടെ, നിങ്ങളെ ദൈവത്തിന് ഭയങ്കര വിശ്വാസമെന്ന് പറഞ്ഞു. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ? എനിക്കറിയില്ല. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കാതിരിക്കുമ്പോഴും ദൈവത്തിന് നിങ്ങളെ വിശ്വാസമാണ്. ദൈവത്തിന് നിങ്ങളെ വിശ്വാസമാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. അവൻ നിങ്ങളെ വിശ്വസ്തരെന്നെണ്ണി ശുശ്രൂഷ ഏൽപ്പിച്ചെന്ന്. ദൈവം നിങ്ങളെ വിശ്വസ്തനെന്ന് എണ്ണിയിരിക്കുക. വിശ്വസ്തനെന്ന് എണ്ണിയത് കൊണ്ടാണ് ആ ശുശ്രൂഷ കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ചത്. ശുശ്രൂഷ ഏൽപ്പിച്ചിട്ട് നിങ്ങളിൽ വിശ്വസ്തത തിരയുകയല്ലായിരുന്നു. യു ആർ ഫെയ്ത്ത്ഫുൾ എന്ന് ദൈവം കണ്ടതുകൊണ്ട് തന്നെയാണ് കർത്താവ് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചത്. അങ്ങനെങ്കിൽ അതിനെ വ്യാപാരം ചെയ്യുക, അതിനെ ഉപയോഗിക്കുക. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ദൈവസന്നിധിയിൽ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ് നിങ്ങൾക്ക് വേണ്ടി. ഇന്ന് പ്രധാനമായിട്ടും നിങ്ങളുടെ അകത്ത് ആത്മഭാരമുണ്ടാകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് എവിടെ ആയിരിക്കണം എന്നുള്ളതാണ് കർത്താവ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളുടെ ഫോക്കസ് എന്തിലായിരിക്കണം? നാളെ പ്രധാനമായും ദൈവിക അഭിഷേകത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നിമിഷം കരങ്ങളെ ദൈവസന്നിധിയിൽ നിന്ന് ഉയർത്തിപ്പിടിക്കാവോ? കണ്ണുകളെ കർത്താവിന്റെ സന്നിധിയിൽ അടയ്ക്കാവോ? പ്രാർത്ഥിക്കാവോ? താങ്ക് യു ജീസസ്. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്റെ മക്കളെ ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് നാളെ നിന്റെ വരവ് വൈകുന്നെങ്കിൽ കർത്താവ് ഒരു ഭയങ്കര ഒരു ഇമ്പാർട്ടേഷൻ സെഷൻ ആക്കി കർത്താവ് അതിനെ മാറ്റുന്നതിനായി നന്ദി. ഒത്തിരി മക്കളുമാരുടെ മേളിൽ, ഒത്തിരി പേരുടെ മേളിൽ കർത്താവെ അസാധാരണമായ മാൻഡിലുകൾ വന്നു വീഴുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. വീണ്ടും വീണ്ടും പണിയപ്പെടുന്നവരായി, പഠിക്കുന്നവരായി, വിധേയപ്പെടുന്നവരായി, ഏൽപ്പിച്ചു കൊടുക്കുന്നവരായി, അപ്പോസ്തലന്മാരുടെ മുൻപാകെ വന്ന് പ്രാർത്ഥിക്കുന്നവരായി, നിയോഗങ്ങൾ ഏറ്റെടുത്ത് ദൈവവചനം പ്രസംഗിക്കുന്നവരായി, ആ ദൈവവചനം കേട്ട് വിശ്വസിക്കാത്ത പുരോഹിതന്മാർ പോലും വിശ്വസിക്കത്തക്ക നിലകളിൽ 10,000-ങ്ങളെ കർത്താവിന് വേണ്ടി നേടുന്നവരായി, ദേശത്തിൽ ദൈവവചനം പരക്കുന്നവരായി, പടർത്തുന്നവരായി പരിശുദ്ധാത്മാവരെ ഉപയോഗിക്കണമേ, ഉപയോഗിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ.